ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്. മഹാത്മാഗാന്ധിയെ ചെറുതായൊന്ന് വെടിവെച്ചു കൊന്നു എന്നല്ലേയുള്ളൂ ഹിന്ദു മഹാസഭ ചെയ്ത കുറ്റമെന്ന് ചോദിക്കുന്നതിന് പാകമായ സംഘരാഷ്ട്രീയ തലച്ചോറുള്ള സന്ദീപ് വാര്യരായിരുന്നു ഇന്ന് പാലക്കാട്ടെ തിരഞ്ഞെടുപ്പ് ഓഫീസിൽ കൈയുയർത്തിപ്പിടിച്ചത്. വിദ്വേഷ രാഷ്ട്രീയത്തിന്റെ പ്രചാരണത്തിനായി മുഴുവൻ സമയവും തുറന്നുവെച്ച ടൈം ലൈൻ ക്ലോസ് ചെയ്താണ് സന്ദീപ് ത്രിവർണ്ണ ഷോൾ അണിഞ്ഞിരിക്കുന്നത്. പിന്നിട്ട കാലം കെട്ട കാലമെന്നും വെറുപ്പിന്റെയും പരമത വിദ്വേഷത്തിന്റെയും ക്യാമ്പിൽ നിന്ന് മോചിതനായി എന്നും സന്ദീപ് വാര്യർ പറയുമ്പോൾ സംഘപരിവാർ വിരുദ്ധരിൽ നേർത്തൊരാശ്വാസമുണ്ട്. പക്ഷേ പ്രായോഗിക രാഷ്ട്രീയമെന്ന് പേരിട്ട് വിളിക്കാമെങ്കിലും വിശ്വസിച്ച പ്രസ്ഥാനത്തോടുള്ള എതിർപ്പും അമർഷവുമാണ് സരിനു പിന്നാലെ സന്ദീപിനെയും മറുകണ്ഠം ചാടാൻ പ്രേരിപ്പിച്ചതെന്ന വാസ്തവം. ആദ്യം ഇടത്തോട്ട് ഇൻഡിക്കേറ്റർ ഇട്ട് വലത്തോട്ട് തിരിഞ്ഞ സന്ദീപ് ഇപ്പോൾ ഇടതുപക്ഷത്തിന് വർഗീയതയിൽ മുക്തി നേടാത്തയാളാണ്. ക്രിസ്റ്റൽ ക്ലിയർ കോമ്രേഡിനായി കാത്തിരുന്ന AK ബാലനും അതേ അഭിപ്രായമാണോ എന്ന് നേതാക്കളും അണികളും ഒന്നുകൂടി ചോദിച്ചു നോക്കണം. ചോദ്യം ഇതാണ്: ക്രിസ്റ്റൽ ക്ലിയർ കോൺഗ്രസ്. ഒരു സംഘടനയിൽ പ്രവർത്തിക്കുന്ന സമയത്ത് സ്വാഭാവികമായും സംഘടനയ്ക്കകത്ത് നിന്ന് നമുക്ക് സ്നേഹത്തിൻ്റെ അതുപോലെ തന്നെ സാഹോദര്യത്തിൻ്റെ ഒരു കരുതൽ താങ്ങലൊക്കെ എപ്പോഴും നമ്മൾ പ്രതീക്ഷിക്കും. എല്ലായ്പ്പോഴും എല്ലാ ദിവസവും രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ വൈകുന്നേരം വരെ വെറുപ്പ് മാത്രം ഉൽപ്പാദിപ്പിക്കുന്ന ഫാക്ടറിയായിട്ട് നിലകൊള്ളുന്ന ഒരു സ്ഥലത്ത് നിന്ന് ഏറെക്കാലം സ്നേഹവും കരുതലുമൊക്കെ ഞാൻ പ്രതീക്ഷിച്ചു എന്നുള്ളതാണ് ഞാൻ ചെയ്ത തെറ്റ്. അതുകൊണ്ട് ആ കുറ്റങ്ങൾ ഒരു കുറവാണെങ്കിൽ ആ കുറവ് അംഗീകരിച്ചുകൊണ്ട് ഇനി മുതൽ സ്നേഹത്തിന്റെ കടയിൽ ഒരു മെമ്പർഷിപ്പ് എടുക്കാനാണ് ഞാൻ തീരുമാനിച്ചത്. സന്ദീപ് വാര്യരുടെ കോൺഗ്രസ് പ്രവേശനത്തിൽ കടുത്ത വിമർശനവുമായി മന്ത്രി MB രാജേഷ് രംഗത്തെത്തി. വർഗീയതയുടെ കാളിയനെ കോൺഗ്രസ് കഴുത്തിലഴിഞ്ഞ് അലങ്കാരമായി നടക്കുകയാണെന്നായിരുന്നു MB രാജേഷിന്റെ കടുത്ത പ്രതികരണം. ഇതിനിടെ BJP സംസ്ഥാന അധ്യക്ഷൻ K സുരേന്ദ്രൻ സന്ദീപ് വാര്യർക്കെതിരെ ശിഖണ്ഡി പരാമർശവും നടത്തി. വർഗീയതയുടെ ഒരു കാളിയനെ കഴുത്തിൽ അണിയാൻ അതൊരു അലങ്കാരമായി കൊണ്ടു നടക്കാൻ കോൺഗ്രസിന് മാത്രമേ പറ്റൂ. നൂറുകണക്കിന് വിദ്വേഷ പ്രസ്താവനകൾ നടത്തിയ ഒരാളെ കോൺഗ്രസ് തലയിൽ കൊണ്ട് നടക്കട്ടെ, ചുമന്ന് നടക്കട്ടെ, ഞങ്ങൾക്ക് അതിൽ യാതൊരു തരത്തിലുള്ള പരിഭവവുമില്ല. ഞങ്ങളെ സംബന്ധിച്ച് അത്തരമൊരാളെ എടുക്കുന്നത് ചിന്തിക്കാൻ പോലും കഴിയുന്ന കാര്യമായിരുന്നില്ല. ബാലേട്ടൻ ഒരു നല്ല മനുഷ്യനായതുകൊണ്ട് അദ്ദേഹം പൊതുവെ ആരെക്കുറിച്ചും മോശം പറയുന്ന ഒരാളല്ലല്ലോ. ശിഖണ്ഡികൾ ഇങ്ങനെ പലപ്പോഴും ഉണ്ടാവുന്നു. ഞാൻ അതൊന്നും പറയുന്നില്ല. കാരണം ഞാൻ പറഞ്ഞല്ലോ, ആകാശത്ത് പറന്ന് നടക്കുന്ന അപ്പൂപ്പൻ താടികളല്ല, ഭൂമിയിൽ കാലുറപ്പിച്ചിരിക്കുന്ന വീരബലിദാനികളുടെ പാരമ്പര്യമുള്ള സംഘപരിവാറിന്റെ ശക്തി പാലക്കാട് എത്രയുണ്ടെന്ന് നമുക്ക് കാണാം. SDPയെയും PFIയെയും കൂട്ടുപിടിച്ച് ശിഖണ്ഡികളെ മുന്നിൽ നിർത്തി ഈ തെരഞ്ഞെടുപ്പ് ജയിക്കാമെന്നുള്ളത് VD സതീശന്റെ വ്യാമോഹം മാത്രം. നോയിക്കോ, VD സതീശൻ ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ പ്രതിപക്ഷ നേതൃസ്ഥാനം രാജിവെക്കേണ്ടി വരും. എന്റെ ചെവിയിൽ നിങ്ങൾ കാതിൽ നുള്ളിക്കോളൂ. സന്ദീപ് വാര്യർ ക്രിസ്റ്റൽ ക്ലിയർ കോമ്രേഡ് ആകുമെന്നായിരുന്നു BJPയുടെ അകന്നുവെന്ന വാർത്തകൾ വന്ന ദിവസം CPM കേന്ദ്ര കമ്മിറ്റി അംഗം AK ബാലൻ റിപ്പോർട്ടിനോട് തന്നെ പറഞ്ഞു. സന്ദീപ് വാര്യർ വഴിയൊക്കെ വിൽക്കാൻ പറ്റും. സംശയം എന്താ? ഞാൻ പറഞ്ഞില്ലേ, നമ്പർ 1 കേഡറാവും അയാൾ. നിങ്ങൾക്ക് അയാളെ പറ്റി അറിയാത്തതുകൊണ്ടാണ്. ഒരു ട്രാൻസിഷൻ സ്റ്റേജാണ്. ആ ട്രാൻസിഷൻ സ്റ്റേജിൽ ലേശ അപകടം ഉണ്ടാവും. അത് അങ്ങ് മാറിയാൽ നമ്പർ 1 നല്ല ക്രിസ്റ്റൽ ക്ലിയർ കോമ്രേഡ് ആവും. ചർച്ചയിൽ കോൺഗ്രസ് പ്രതിനിധി അഡ്വക്കേറ്റ് M ലിജു, BJP പ്രതിനിധി അഡ്വക്കേറ്റ് S സുരേഷ്, CPM പ്രതിനിധിയെ അയക്കുന്നില്ല ഈ വിഷയത്തിൽ, പകരം ഇടത് നിരീക്ഷകൻ M ജയചന്ദ്രൻ. ആദ്യം അഡ്വക്കേറ്റ് M ലിജു, ഫ്ലാഷ് ബാക്ക് മറക്കാം, അതൊന്നും ഇനി പറയേണ്ടതില്ല എന്നുള്ളതാണ് കോൺഗ്രസ് നേതാക്കളുടെ പ്രതികരണം.
സ്നേഹത്തിന്റെ കടയിൽ ഒരു മെമ്പർഷിപ്പ് കിട്ടിയിരിക്കുന്നു, വിദ്വേഷ ഫാക്ടറിയിൽ ജോലിയെടുത്തതിന്റെ ജാള്യമുണ്ട് എന്ന് നേരത്തെ സന്ദീപ് വാര്യർ പറയുകയും ചെയ്തു. സന്ദീപ് വാര്യരെ കൊണ്ട് കോൺഗ്രസിന് എന്താണ് ഗുണം? ലിജു. സന്ദീപ് വാര്യരെ കൊണ്ട് കോൺഗ്രസിനുള്ള ഗുണം, ഈ രാജ്യത്ത് വർഗീയതയുടെ പാതയിൽ തെറ്റായ രീതിയിൽ പോയിരിക്കുന്ന ആയിരക്കണക്കിന് മനുഷ്യരെ അല്ലെങ്കിൽ കോടിക്കണക്കിന് മനുഷ്യരെ വീണ്ടും ജനാധിപത്യത്തിൻ്റെയും മതേതരത്വത്തിൻ്റെയും പാതയിലേക്ക് കൊണ്ടുവരാൻ കോൺഗ്രസ് എന്നുള്ളൊരു പ്രസ്ഥാനമുണ്ട് എന്ന മെസ്സേജ് കൊടുക്കുക എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കേരളത്തിലെ സംഘപരിവാറിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട മുഖങ്ങളിൽ ഒരാളായിരുന്നു സന്ദീപ് വാര്യർ, അവരുടെ പ്രധാനപ്പെട്ട വക്താവ്, മാധ്യമങ്ങളിലൂടെ അവരുടെ ആശയങ്ങൾ പറയുന്ന ഒരാൾ. അങ്ങനെ ഒരാൾ ഇന്ന് കോൺഗ്രസിൽ ചേരുമ്പോൾ നടത്തിയൊരു പ്രസ്താവനയുണ്ട്. എല്ലാ ദിവസവും പരമത വിദ്വേഷം പ്രചരിപ്പിക്കുന്ന, അത് ഉൽപ്പാദിപ്പിക്കുന്ന ഒരു ഫാക്ടറിയിൽ നിന്നും സ്നേഹത്തിൻ്റെ കടയിലേക്ക് വരാൻ ഒരു അംഗത്വം തരണമെന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ റിക്വസ്റ്റ്. അപ്പം അതാണ് ഞങ്ങൾ ഈ സമൂഹത്തോട് പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം. അപ്പുറത്ത് നിൽക്കുന്ന സംഘപരിവാറിൻ്റെ വർഗീയതയുടെ രാഷ്ട്രീയത്തിൽ നിന്നും ഈ രാജ്യത്തിൻ്റെ ജനാധിപത്യ മുഖ്യധാരയിലേക്ക്, മതേതരത്വത്തിൻ്റെയും ജനാധിപത്യത്തിൻ്റെയും മുഖ്യധാരയായ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിലേക്ക് വഴിതെറ്റിപ്പോയവർ മടങ്ങി വരണം. ഇതാണ് കോൺഗ്രസിനുള്ള ഗുണം. അതാണ് വളരെ കൃത്യമായി ഞങ്ങൾ ആഗ്രഹിക്കുന്ന ഗുണം. അതാണ് വഴിതെറ്റിപ്പോയ ഇന്ത്യ എന്ന ആശയത്തിന് വിരുദ്ധമായി ചിന്തിക്കുന്ന മനുഷ്യർ ജനാധിപത്യത്തിൻ്റെയും മതേതരത്വത്തിൻ്റെയും ചേരിയിലേക്ക് വരണം. ഈ മെസ്സേജ് കൊടുക്കുക എന്നുള്ളതാണ്. പിന്നെ ബാക്കിയൊക്കെ സെക്കൻഡറി തിങ്സ് ആണ്. ഇപ്പോൾ ഇവിടെ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നു. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ സന്ദീപ് വാര്യർ വന്നില്ലെങ്കിലും കോൺഗ്രസ് വലിയ ഭൂരിപക്ഷത്തിൽ വിജയിക്കുമെന്നാണ് ഞങ്ങൾ വിലയിരുത്തിയിട്ടുള്ളത്. സന്ദീപ് വാര്യർ വരുമ്പോൾ അതിൻ്റേതായൊരു ഗുണം ഉണ്ടാകും. പക്ഷേ അത് ആ ഒരു തെരഞ്ഞെടുപ്പ് എന്നുള്ള കാഴ്ചപ്പാടിലല്ല ഞങ്ങളിതിനെ കണക്കാക്കുന്നത്. ഞങ്ങൾ ഇന്ത്യയുടെ ഭാവിയെ മുൻനിർത്തിയിട്ടുള്ള, കേരളത്തിൻ്റെ ഭാവിയെ മുൻനിർത്തിയിട്ടുള്ള ഒരു ലോങ് ടേം പ്രോജക്റ്റാണ് ഞങ്ങളിതിനകത്ത് കാണുന്നത്. ശരി, അഡ്വക്കേറ്റ് എസ് സുരേഷ്, BJP നേരത്തെ ചർച്ചകളൊന്നും നടത്തിയില്ല. അതേസമയം സന്ദീപ് വാര്യർ പാലക്കാട് പ്രചാരണത്തിന് വരണം, പ്രശ്നങ്ങൾ അവസാനിപ്പിക്കാം, പ്രചാരണത്തിന് വന്നിരിക്കണം എന്നുള്ളതാണ് കെ സുരേന്ദ്രൻ ആവർത്തിച്ച് പറഞ്ഞിരുന്നത്. പക്ഷേ തൻ്റെ അഭിമാനക്ഷതം വരുന്ന ഒരു കാര്യത്തിന് തനിക്ക് വരാൻ പറ്റില്ല എന്ന് അദ്ദേഹം പറയുകയും ചെയ്തു. ഈ ഒരു ഒറ്റ വിഷയം മാത്രമേ സന്ദീപ് വാര്യരും BJPയും തമ്മിൽ ഉണ്ടായിരുന്നുള്ളൂ എന്നാണ് മനസ്സിലാക്കാനാകുന്നത്. ഇപ്പോൾ സന്ദീപ് വാര്യർ പുറത്തു പോകുമ്പോൾ അതിരൂക്ഷമായ പരാമർശം, പൊളിറ്റിക്കലി കറക്റ്റ് അല്ലാത്ത പ്രയോഗം തന്നെ നിങ്ങളുടെ പ്രസിഡന്റ് നടത്തുകയാണ് ചെയ്തിരിക്കുന്നത്. ശിഖണ്ഡി പ്രയോഗം നടത്തുകയും ചെയ്തിരിക്കുന്നു. ഇന്നലെ വരെ നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന ഒരാൾ പുറത്തു പോകുമ്പോൾ ഈ പ്രയോഗം എത്രത്തോളം ശരിയാണ്? സന്ദീപ് വാര്യർ കോൺഗ്രസിൽ പോയത് ഒരു ചലനവും സൃഷ്ടിക്കില്ല എന്ന് തന്നെയാണോ BJP കരുതുന്നത്? സ്മൃതി, സന്ദീപ് വാര്യർ ഇന്ന് സുപ്രഭാതത്തിൽ കോൺഗ്രസിലേക്ക് പോയ ആളല്ല. ഇവിടെ പാലക്കാട് ചന്തയിൽ തന്നെ കുറച്ച് നാളുകളായിട്ട് സന്ദീപ് വാര്യർ തന്നെ വച്ചൊക്കെയാണ്. ആ സന്ദീപ് വാര്യർക്ക് എത്ര വിലയിടുമെന്ന് CPMകാരോട് അന്വേഷിച്ച് നടന്നു. AK ബാലനും MV രാജേഷും പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറിയും ഇനി സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ഉൾപ്പെടെയുള്ളവർ അതിന് ഏറിയും കുറഞ്ഞുമൊക്കെ വിലയിട്ടു. ആ വില പറ്റാതെ വന്നപ്പോൾ CPIക്കാരുടെ ആഫീസിൽ പോയിട്ട് എനിക്ക് എത്ര വില കിട്ടും എന്ന് ചോദിച്ചു. CPIക്കാരും അയാൾ ആഗ്രഹിക്കുന്ന, അയാളുടെ ആഗ്രഹത്തിനൊത്ത വില കൊടുക്കാതെ വന്നപ്പോൾ അവസാനം കോൺഗ്രസ്സുകാരുടെ മുമ്പിൽ ചെന്നിട്ട് വില പേശി അങ്ങനെ അദ്ദേഹത്തിന് അർഹിക്കുന്ന വില കോൺഗ്രസ്സുകാർ കൊടുത്തപ്പോൾ ആ വിലയ്ക്ക് അദ്ദേഹത്തെ കോൺഗ്രസ്സിന് വിറ്റിരിക്കുകയാണ്. ഇവിടെ സന്ദീപ് വാര്യറിനെ പോലെയുള്ള ഒരാളിനെ കോൺഗ്രസ് എടുത്ത ദിവസം അത് എല്ലാവരും മനസ്സിലാക്കേണ്ട ദിവസമാണ്. കാരണം ഞങ്ങളുടെ സഞ്ജിത്ത് എന്ന് പറയുന്ന ഒരു പ്രവർത്തകന് അരുംകൊല നടന്ന ദിവസം, ആ ദിവസം VD സതീശൻ എന്ന് പറയുന്ന കേരളത്തിലെ പ്രതിപക്ഷ നേതാവ് സഞ്ജിത്തിൻ്റെ കൊലയാളികളെയും അതോടൊപ്പം തന്നെ ശ്രീനിവാസൻ്റെ കൊലയാളികളെയും അടങ്ങുന്ന SDPIക്കാരെ, അതായത് നിരോധിച്ചിരിക്കുന്ന പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുടെ രാഷ്ട്രീയ രൂപമായിട്ടുള്ള SDPIക്കാരെ ഒരുമിച്ച് വിളിച്ച് അവരുടെ പേരിൽ ഇവിടുത്തെ ഗ്രീൻ ആർമിയും ഗ്രീൻ സ്ക്വാഡും ഉണ്ടാക്കി ഇവിടെ വർഗീയ വിദ്വേഷവും അതോടൊപ്പം തന്നെ രാജ്യദ്രോഹപരവുമായിട്ടുള്ള പ്രവർത്തനം നടക്കുന്നവരുടെ വോട്ട് വാങ്ങാൻ വേണ്ടിയുള്ള ഗ്രീൻ സ്ക്വാഡും ഗ്രീൻ ആർമിയും ഉണ്ടാക്കിയ ദിവസമാണ് സന്ദീപ് വാര്യരെയും ഇദ്ദേഹം കണ്ടതെന്നും ഇദ്ദേഹവുമായിട്ട് ഡീല് ഉറപ്പിച്ചതെന്നും ഉള്ള കാര്യങ്ങൾ പുറത്തു വരുന്നു. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, സന്ദീപ് വാര്യർ ഒരു സുപ്രഭാതത്തിൽ എന്തെങ്കിലും ഒരു പ്രശ്നത്തിൻ്റെ പേരിൽ പോയതല്ല. മാത്രമല്ല, ഇതിനും ഒരു വർഷത്തിലേറെയായിട്ട്
നിരവധിയായിട്ടുള്ള സംഘടനാ പ്രശ്നങ്ങൾ, അത് സംഘടനയ്ക്ക് അകത്ത് തീർത്ത പ്രശ്നങ്ങളും അകത്ത് ചർച്ച ചെയ്ത പ്രശ്നങ്ങളുമായതുകൊണ്ട് ഞാനിപ്പോൾ അതിനെക്കുറിച്ച് പറയാൻ പക്ഷേ അഡ്വക്കേറ്റ് സുരേഷ്, അദ്ദേഹം ഇപ്പോൾ പാർട്ടിയിൽ നിന്ന് പോയി കോൺഗ്രസിൽ ചേരുമ്പോൾ BJPയുടെ സ്റ്റേറ്റ് കമ്മിറ്റി അംഗമാണല്ലോ, അതിൽ നിന്ന് പുറത്താക്കിയിട്ടില്ലല്ലോ. സ്റ്റേറ്റ് കമ്മിറ്റി അംഗമായിരിക്കുമ്പോഴാണ് അദ്ദേഹം ഇപ്പോൾ കോൺഗ്രസിലേക്ക് പോയിരിക്കുന്നത്. നേരത്തെയുള്ള നടപടികൾ ശരിയാണ്. ആ നടപടികൾക്ക് ശേഷം പിന്നീട് അദ്ദേഹം വീണ്ടും സജീവമായി ചർച്ചകളിൽ വന്നിരിക്കുന്ന ഒരു കാലമായിരുന്നല്ലോ. അല്ല, അതിനു മുമ്പ് ഇയാൾ സംസ്ഥാന ഭാരവാഹിക്ക് സമാനനായിരുന്നു. ഒരു പാർട്ടിയുടെ ഔദ്യോഗിക സ്പോക്സ് പേഴ്സൺ എന്ന് പറഞ്ഞാൽ സംസ്ഥാന ഭാരവാഹി യോഗത്തിൽ പ്രത്യേക ക്ഷണിതാവാണ്, ക്ഷണിക്കപ്പെടുന്ന ആളാണ്. അപ്പോൾ ആ തലത്തിലുണ്ടായിരുന്ന ഒരാൾ, അദ്ദേഹം ഒരു പൊതുപ്രവർത്തകന് ചേരാത്ത വിധത്തിലുള്ള വ്യക്തിപരവും അതോടൊപ്പം തന്നെ ഒരു പൊതുപ്രവർത്തകൻ പാലിക്കേണ്ട സംശുദ്ധിയോ ഒന്നും പാലിക്കാത്ത രീതിയിലുള്ള ചില പ്രവർത്തികൾ നടത്തിയതിൻ്റെ ഫലമായിട്ട് നടപടിയെടുത്ത് മാറ്റി നിർത്തി. അതുപോലെ തന്നെ അയാളുടെ ഫേസ്ബുക്ക് പോസ്റ്റുകളിലും അയാളുമായിട്ട് ബന്ധപ്പെടുന്ന ചില ആൾക്കാരുടെ ദുരൂഹമായിട്ടുള്ള ഏർപ്പാടുകളും ഒക്കെ പാർട്ടിക്ക് ബോധ്യപ്പെട്ട സമയത്താണ് നടപടിയെടുത്ത് മാറ്റി നിർത്തിയത്. അതിനുശേഷം മാപ്പ് പറഞ്ഞ് വീണ്ടും പാർട്ടിയിൽ സ്റ്റേറ്റ് കമ്മിറ്റി മെമ്പറായിട്ട് ഉൾപ്പെടുത്തുകയായിരുന്നു പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിന് തൊട്ട് മുന്നോടിയായിട്ട്. അപ്പോൾ എക്കാലത്തും ഈ ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ പാലിക്കപ്പെടാത്ത മാന്യതയും മര്യാദയും ആദർശശുദ്ധിയും ധാർമ്മികതയും പുലർത്താത്ത ഒരു വ്യക്തി എന്ന നിലയിലുള്ള സംശയവും സന്ദേഹവും ഇയാളുടെ പുറത്ത് പാർട്ടിയുടെ സാധാരണ പ്രവർത്തകർ മുതൽ ദേശീയ നേതൃത്വത്തിന് വരെ എക്കാലത്തും ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ സംശയവും സന്ദേഹമുള്ള ഒരു നേതാവ് നിങ്ങളുടെ പാർട്ടിയിൽ തുടരുകയായിരുന്നു ഈ നിമിഷം വരെ എന്നുള്ള ഒരു യാഥാർത്ഥ്യം കൂടിയുണ്ട്. ശ്രീ അഡ്വക്കേറ്റ് സുരേഷ്, താങ്കൾ ഈ പറഞ്ഞ രഞ്ജി ശ്രീനിവാസൻ കൊലപാതകത്തിൽ അതിൽ നിങ്ങൾക്കെതിരെ ഒരു ആരോപണം കൂടി സന്ദീപ് ഉന്നയിക്കുന്നുണ്ട്. അതിന് കൂടി മറുപടി, എങ്ങനെയാണ് ഈ കൊലക്കേസിലെ 17 പ്രതികൾക്ക് ജാമ്യം കിട്ടിയത് എന്ന് BJP പറയണം. UAPA ചുമത്തിയ കേസാണ്. അതിൽ സുപ്രീം കോടതിയിൽ എന്തുകൊണ്ട് മുതിർന്ന ഒരു അഭിഭാഷകനെ നിയോഗിച്ചില്ല എന്ന ചോദ്യമാണ് BJPയോട് പകരം ചോദിക്കുന്നത്. ബലിദാനികളുടെ ചിത്രം വെച്ച് വോട്ട് ചോദിക്കുന്ന ഗതികേട് എന്തുകൊണ്ട് BJPക്ക് വന്നു എന്ന ചോദ്യം കൂടി സന്ദീപ് വാര്യർ ചോദിക്കുന്നുണ്ട്. അതിന് മറുപടിയുണ്ടോ? അതിന് മറുപടിയുണ്ട് സ്മൃതി. എന്നെ പറയാൻ അനുവദിച്ചാൽ മതി. ആദ്യത്തെ ഭാഗമാകുമ്പോൾ ചോദ്യങ്ങൾ കൊണ്ട് തടസ്സം സൃഷ്ടിക്കാതെ പറയാൻ അനുവദിക്കുന്ന ഒരു കീഴ്വഴക്കമുണ്ടല്ലോ, അതനുവദിച്ചാൽ മാത്രം മതി. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, ഇത് കേവലം പാലക്കാട്ട് അവിടെ സമ്മേളന വേദിയിൽ ഒരു കസേര കിട്ടിയില്ല എന്നുള്ളതാണ് ഒരു അർഹിക്കുന്ന അംഗീകാരം കിട്ടാത്തതിൻ്റെ ഒരു പ്രശ്നം. അതോടൊപ്പം തന്നെ മറ്റു യഥാർത്ഥത്തിൽ വിഷയം, ഇദ്ദേഹമായിരുന്നു പാലക്കാട് മത്സരിക്കാൻ യോഗ്യനെന്ന് ഇദ്ദേഹം ധരിച്ചു വശായിപ്പോയി. ഇദ്ദേഹമായിരുന്നു വയനാട് മത്സരിക്കാൻ യോഗ്യനെന്ന് ഇദ്ദേഹം ധരിച്ചു വശായിപ്പോയി. സുരേഷ് ഗോപി രാജ്യസഭ MP കഴിഞ്ഞാൽ പിന്നെ അടുത്ത് രാജ്യസഭയിൽ MP ആകേണ്ടത് ഞാനാണ് എന്ന് ഇദ്ദേഹം ധരിച്ചു വശായിപ്പോയി. K. സുരേന്ദ്രൻ ഇനി സ്റ്റേറ്റ് പ്രസിഡന്റ് സ്ഥാനം കഴിഞ്ഞാൽ പിന്നെ അടുത്ത് കേരളത്തിൻ്റെ സ്റ്റേറ്റ് പ്രസിഡന്റ് ആകേണ്ടത് ഞാനാണ് എന്നൊക്കെ ചിന്തിച്ച് അതൊക്കെയാണ് താൻ അർഹിക്കുന്ന സ്ഥാനങ്ങളെന്നൊക്കെ പറഞ്ഞ് ചിന്തിച്ചിരുന്ന ആളാണ് ഇന്ന് കോൺഗ്രസ്സിലേക്ക് പോയിരിക്കുന്നത്. ഇനി അവിടെ പ്രതിസന്ധി നേരിടാൻ പോകുന്നത് VD സതീശനും K. സുധാകരനും രാഹുൽ ഗാന്ധിയൊക്കെ കാണും. കാരണം അതിനൊക്കെ യോഗ്യനാണ് പുള്ളി എന്ന നിലയിലാണ് ഇപ്പോൾ അങ്ങോട്ടേക്ക് പോയിരിക്കുന്നത്. അതൊക്കെ അവരനുഭവിച്ചോട്ടെ. ഇനി രണ്ടാമത്തെ ചോദ്യം, സ്മൃതി ഇപ്പോൾ ചോദിച്ച ചോദ്യം ഉണ്ടല്ലോ, വീരബലിദാനി. ഇയാൾക്ക് നേരത്തെ ശ്രീ സുരേന്ദ്രൻ പറഞ്ഞതുപോലെ ഇയാളെപ്പോലെയുള്ളവൻ ഈ ഞങ്ങളുടെ പ്രസ്ഥാനത്തിൻ്റെ വീരബലിദാനിയെക്കുറിച്ച് പറയാൻ ഇയാൾക്ക് എന്താ അർഹത? ഞങ്ങളുടെ പ്രസ്ഥാനം പടുത്തുയർത്തിയിരിക്കുന്നത്, ഞങ്ങളുടെ പ്രസ്ഥാനത്തിൻ്റെ വഴികാട്ടികളെന്ന് പറയുന്നത് 200-ൽ പരം വരുന്ന വീരരായിട്ടുള്ള ബലിദാനികളാണ്. ഇതിലൊരു പഞ്ചായത്ത് മെമ്പർ പോലുമാകാതെ, ഒരു പൊതുയോഗത്തിൽ സദസ്സിൽ പോലും ഒരു കസേര ആഗ്രഹിക്കാതെ, അമ്മ മരിക്കുമ്പോൾ ആ നേതാക്കന്മാർ വരുന്നില്ല എന്ന പരിഭവമല്ല, സ്വന്തം ജീവിതം തന്നെ ഈ പ്രസ്ഥാനത്തിന് വേണ്ടി ഹോമിച്ച് ഈ പ്രസ്ഥാനത്തെ വളർത്തിയെടുത്ത 200-ൽ പരം വരുന്ന വീരബലിദാനികളാണ് ഞങ്ങളെപ്പോലെയുള്ളവരെ ഇങ്ങനെ ഈ പ്രസ്ഥാനത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ വേണ്ടിയുള്ള പ്രേരണാ സ്രോതസ്സുകൾ. സ്മൃതിക്കറിയോ, 24ാമത്തെ ABVPയുടെ സംസ്ഥാന സെക്രട്ടറി ആയിരിക്കുന്ന വേളയിൽ തുടങ്ങിയതാ ജീവശവങ്ങളായിട്ട് കമ്മ്യൂണിസ്റ്റുകാരും ഭീകരവാദികളും തരുന്ന ഞങ്ങളുടെ സഹപ്രവർത്തകരെ, ആ ജീവശവങ്ങളായ സഹപ്രവർത്തകരെ തോളിൽ ചുമന്നുകൊണ്ട് പോകേണ്ട ഗതികേടും
അതോടൊപ്പം തന്നെ മോർച്ചറികളിൽ നിന്ന് മരവിച്ച ശവശരീരങ്ങൾ, ഞങ്ങളുടെ കൂടെ പ്രവർത്തിച്ച പ്രവർത്തകരുടെ മരവിച്ച ശവശരീരങ്ങൾ ഏറ്റുവാങ്ങേണ്ട അവസ്ഥയുണ്ടായ ഒരു വ്യക്തിയാണ്. 24-ാമത്തെ വയസ്സ് മുതൽ അത് ചെയ്യുന്ന ഒരാളാണ് ഞാൻ. എന്നെപ്പോലെ എത്രയോ ആൾക്കാർ. ശരിയായിരിക്കാം സുരേഷ്. അപ്പോൾ അവിടെയാണ് ചോദ്യം വരുന്നത്. അങ്ങനെ രക്തസാക്ഷിയായ രഞ്ജിത്ത് ശ്രീനിവാസിന് വേണ്ടി വാദിക്കാൻ എന്തുകൊണ്ട് മുതിർന്ന അഭിഭാഷകൻ സുപ്രീം കോടതിയിൽ പോയില്ല? സ്മൃതിയുടെ ചോദ്യത്തിന് തന്നെയാണ് ഞാൻ ഉത്തരം പറയുന്നത്. അതങ്ങ് കേൾക്ക്. അപ്പോൾ അങ്ങനെയുള്ള പ്രവർത്തകരുടെ പ്രസ്ഥാനമാണിത്. ഈ പ്രസ്ഥാനത്തിൽ അർഹമായിട്ടുള്ള അംഗീകാരം കിട്ടാത്ത ആർക്കെന്നറിയോ? സുരേഷിനോ സന്ദീപിനോ കെ സുരേന്ദ്രനോ അല്ല. ഞങ്ങൾക്ക് വേണ്ടി ഇന്നലകളിൽ മരിച്ചു വീണ 100 കണക്കിന് വരുന്ന പ്രവർത്തകരുടെ ആത്മാവിന്, അവരുടെ കുടുംബാംഗങ്ങൾക്കാണ് അവരർഹിക്കുന്ന അംഗീകാരം കൊടുക്കാൻ ഞങ്ങൾക്ക് ഇതുവരെ സാധിക്കാതിരിക്കുന്നത്. അവർക്ക് ആ അംഗീകാരം കൊടുക്കലാണ് ഞങ്ങളുടെ എല്ലാം പ്രവർത്തനത്തിൻ്റെ ലക്ഷ്യം. അതാണ്. അവർക്ക് കേരളത്തിൻ്റെ അധികാരം കൊടുക്കണം. ഈ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ഞങ്ങളുടെ ബലിദാനികൾക്ക് വേണ്ടി സമർപ്പിക്കപ്പെടണം എന്നൊക്കെയാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. അങ്ങനെ ആഗ്രഹിച്ച് പ്രവർത്തിച്ചു പോകുന്ന ലക്ഷക്കണക്കിന് പ്രവർത്തകരുടെ പ്രസ്ഥാനമാണിത്. ഈ പ്രസ്ഥാനത്തിൽ നിന്ന് കോൺഗ്രസ് പാളയത്തിലേക്ക് ചേക്കേറി SDPIയുടെയും പോപ്പുലർ ഫ്രണ്ടിൻ്റെയും അടിയാളനായിട്ട് പോയ സന്ദീപ് വാര്യർ ഇവിടെ വന്നിട്ട് ഞങ്ങളുടെ കൊല്ലപ്പെട്ട ശ്രീനിവാസൻ്റെ കേസ് ഞങ്ങൾ വേണ്ടവണ്ണം നടത്തിയില്ല എന്ന് പറഞ്ഞാൽ അത് എത്രത്തോളം മ്ലേച്ഛമാണ്? ഇയാൾക്കിത് പറയാനുള്ള എന്താ അധികാരമുള്ളത്? ആ കേസിൽ 54 പ്രതികളുണ്ട് സ്മൃതി, 54 പ്രതികളുണ്ട്. ആ പ്രതികളിൽ 9 പേർക്കാണ് ജാമ്യം കിട്ടിയിട്ടുള്ളത്. ഇന്നും 45 പേർ ജയിലിൽ കിടക്കുകയാണ്. ജാമ്യം കിട്ടിയിട്ടുള്ള 9 പേർ ആരൊക്കെയാ? 9 പേരെന്ന് പറയുന്നത് പ്രതികൾക്ക് ചായ വാങ്ങിക്കൊടുത്തവർ, പ്രതികൾ വന്നപ്പോൾ അറിയാതെ സ്കൂട്ടറിൽ കയറ്റി കൊണ്ടുപോയവർ, അങ്ങനെ ആ കൊലപാതകവുമായിട്ട് നേരിട്ട് ബന്ധമില്ലാത്ത, അതേ സമയത്ത് പ്രതികളെ ഏതെങ്കിലും വിധേനെ സഹായിച്ച് നേരിട്ട് ഇതൊരു കൊലപാതകത്തിന് വേണ്ടിയുള്ള കോപ്പ് കൂട്ടലാണെന്ന് അറിയാൻ വയ്യാത്ത 9 പേർക്കാണ് ജാമ്യം കിട്ടിയിരിക്കുന്നത്. ബാക്കി 45 പേരും വർഷങ്ങളായിട്ട് ജയിലിൽ കിടക്കുകയാണ്. അതിന് തക്കതായിട്ടുള്ള ശിക്ഷ വാങ്ങിക്കൊടുക്കുവാൻ അറിയാം. ബലിദാനികളെ സംരക്ഷിക്കാൻ കോൺഗ്രസ്സുകാരൻ BJPയെയും RSSനെയും പഠിപ്പിക്കേണ്ട. അത് ഞങ്ങൾക്കറിയാം. ഞങ്ങൾ അവർക്ക് വേണ്ടിയാണ് പ്രവർത്തിക്കുന്നത്. ബലിദാനികളുടെ സ്വപ്നം സാക്ഷാത്കരിക്കാനാണ് ഞങ്ങൾ പ്രവർത്തിക്കുന്നത്. നിങ്ങൾക്കറിയോ? അത് സന്ദീപ് വാര്യർ ഞങ്ങളോട് പറഞ്ഞു തരണ്ട. ഇനി സന്ദീപ് വാര്യർക്ക് അധികാരവും അവസരവും ഒക്കെ ആവശ്യത്തിന് കിട്ടി. സന്ദീപ് വാര്യർ മനസ്സിലാക്കേണ്ടത് ഈ പാർട്ടി നേതാക്കന്മാരുടെ പാർട്ടിയല്ല, ഈ പാർട്ടി പ്രവർത്തകരുടെ പാർട്ടിയാണ്. ഈ പാർട്ടിയിൽ നേതാക്കന്മാർ ഉണ്ടാകുന്ന ഒരു ചെറിയ ടേമിനാ 3 വർഷമൊക്കെ, ബാക്കി മുഴുവൻ പ്രവർത്തകരാ. സുരേഷ് നാളെ BJPയുടെ സംസ്ഥാന സെക്രട്ടറി അല്ലാതാകും, പക്ഷേ സുരേഷ് പാർട്ടിയുടെ പ്രവർത്തകനായിരിക്കും, ഒരു സ്വയം സേവകനായിരിക്കും. അതാണ് ഞങ്ങളുടെ ലക്ഷക്കണക്കിന് പ്രവർത്തകരുടെ വിശ്വാസം. അതുകൊണ്ടാണ് ഞാൻ അവസാനിപ്പിക്കാം ഒരൊറ്റ കാര്യം കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. അതുകൊണ്ടാണ് 1950 ജനസംഘമായിട്ട് തുടങ്ങി 2024 ഭാരതീയ ജനതാ പാർട്ടിയായിട്ടെത്തിയ ഈ പാർട്ടി ഈ 73 വർഷത്തിനുള്ളിൽ ഒരു പൊട്ടലും ചീറ്റലും ഇല്ലാതെ ഒരൊറ്റ പ്രസ്ഥാനമായിട്ട് കോൺഗ്രസിനും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കും സാധിക്കാത്ത വിധത്തിൽ ഒറ്റ പ്രസ്ഥാനമായിട്ട് നിലനിൽക്കുന്നത് മനസ്സിലാവില്ല. ഇപ്പോൾ പൊട്ടലും ചീറ്റലുമുണ്ട് എന്ന് തെളിയിക്കുകയാണല്ലോ സന്ദീപ് ചെയ്തിരിക്കുന്നത്. ശ്രീ M. ജയചന്ദ്രൻ, എന്തുകൊണ്ട് ഈ വിഷയത്തിൽ CPM പ്രതിനിധികൾ ചർച്ചയ്ക്ക് വരുന്നില്ല? അതൊരു കൗതുകമാണ്. കാരണം സന്ദീപ് വാര്യർ BJPയിൽ നിന്നും അകലുന്നു എന്ന ഘട്ടം വന്ന നിമിഷം മുതൽ CPM നേതാക്കളുടെ പ്രതികരണം നമ്മൾ കണ്ടതാണ്. എനിക്ക് തന്ന അഭിമുഖത്തിലാണ് AK ബാലൻ ക്രിസ്റ്റൽ ക്ലിയർ കോമ്രേഡായി സന്ദീപ് മാറും എന്നുള്ള കാര്യം പറഞ്ഞത്. വർഗീയതയോട് വിട പറഞ്ഞാൽ സന്ദീപ് വാര്യർ വഴിയാധാരമാകില്ല എന്ന് പറഞ്ഞ MP രാജേഷാണ് ഇന്ന് കാളിയനോട് ഉപമിച്ചിരിക്കുന്നത് സന്ദീപ് വാര്യരെ. ഒരാൾക്ക് മാനസാന്തരമുണ്ടാവുക, അയാൾ മാറി വരിക എന്നത് CPM ആഗ്രഹിച്ചു. അങ്ങനെ മാറി വരികയാണ്, ഞാൻ മാറിയിരിക്കുന്നു, എനിക്ക് വിദ്വേഷത്തിൻ്റെ ഫാക്ടറിയിൽ പണിയെടുത്തതിൽ ജാള്യമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് കോൺഗ്രസിൽ ചേരുന്നു. അപ്പോൾ അയാൾ മാറിയിട്ടാണ് വരുന്നതെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് കോൺഗ്രസിൽ ചേരുന്നു. അങ്ങനെ മാറിയിട്ട് CPMലേക്ക് കൊണ്ടുവരാൻ പറ്റിയില്ല. അതുകൊണ്ടാണോ CPM നേതാക്കൾ ഇതിൽ ഒരു ചർച്ചയിലേക്ക് വരാൻ തയ്യാറാകാത്തത്? പ്രതികരണങ്ങൾ നടത്തിയത് ഈ കാളിയൻ എന്ന അടക്കമുള്ള പ്രയോഗങ്ങളാണ്. അങ്ങനെയല്ല. സ്മൃതിയുടെ ഈ ചോദ്യത്തിനുള്ള മറുപടി കോൺഗ്രസ് നേതാവായ ശ്രീ K. മുരളീധരൻ തന്നെ വ്യക്തമായി പറഞ്ഞു കഴിഞ്ഞതാണ് ഇന്ന് ഉച്ചയ്ക്ക് മുമ്പ്. അദ്ദേഹം പറഞ്ഞത് എന്തായിരുന്നു? ഒരുപാട് പാർട്ടികൾ ശ്രമിച്ചു, നടന്നില്ല.
ഈ ഒരൊറ്റ വാചകം അതിൽ അടങ്ങിയിട്ടുണ്ട്. എന്താണെന്നുള്ളത് മുഴുവനും അടങ്ങിയിട്ടുണ്ടല്ലോ മുരളീധരൻ പറഞ്ഞ ആ ഒരൊറ്റ വാചകത്തിൽ. പിന്നെ രാജേഷിന്റെ കാര്യം ഞാൻ പിന്നെ സ്മൃതിയുടെ മുഖാമുഖം കണ്ടതാണ്, AK ബാലനുമായിട്ടുള്ളത്. അതിൽ പറയുന്നുണ്ട്. അപ്പോൾ അദ്ദേഹം അത് ഒരു വാക്കുകൂടെ അടക്കി പറയുന്നുണ്ട്. ഇപ്പോൾ ഒരു ട്രാൻസിഷൻ സ്റ്റേജാണ്, ആ അപകടം കഴിഞ്ഞാൽ. അങ്ങനെയാണ് അദ്ദേഹം പറയുന്നത്, കൃത്യമായി പറയുന്നുണ്ട്. അതാണ് ആ താങ്കളുടെ ചോദ്യത്തിനുള്ള എനിക്ക് പെട്ടെന്ന് മനസ്സിൽ വന്ന രണ്ട് കാര്യങ്ങൾ ഞാൻ പറയുകയായിരുന്നു. പിന്നെ ഇവിടെ പ്രധാനപ്പെട്ട പ്രശ്നമായിട്ട് എനിക്ക് തോന്നിയത്, പെട്ടെന്ന് ഈ ഇലക്ഷനിയറിങ്ങിൽ പെട്ടെന്നൊരു സീരിയസ്നെസ് UDFനും LDFനും പെട്ടെന്ന് വരുന്നതായി തോന്നുന്നത് ഈ സന്ദീപ് വാര്യർ രംഗപ്രവേശത്തോടു കൂടിയാണെന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം ഈ ഇലക്ഷനിൽ UDFും LDFും തമ്മിലാണ് നേർക്കുനേർ പോരാട്ടം എന്ന് അംഗീകരിച്ചിരിക്കുന്നു ആര്? UDF. അതിൻ്റെ പ്രതിഫലനമാണ് സന്ദീപ് വാര്യരെ ഇപ്പോൾ പരസ്യമായി രംഗത്തിറക്കിയിരിക്കുന്നത് എന്നാണ് എനിക്ക് മനസ്സിലായിട്ടുള്ള കാര്യം. ഒരു കാര്യം. അപ്പം തന്നെ മറ്റൊരു സംഗതിയുണ്ട്. സന്ദീപ് വാര്യർ പുറത്തു വന്ന BJPയോട് കലഹിച്ച് പുറത്തു വന്ന ആദ്യത്തെ വാർത്താ സമ്മേളനം. ആ ആദ്യത്തെ വാർത്താ സമ്മേളനത്തിൽ സന്ദീപ് നേരിടുന്ന ഒരു ചോദ്യം, പിന്നെ BJPയിൽ നിന്ന് നേതാക്കൾ ആരെങ്കിലും വിളിച്ചിരുന്നോ താങ്കളെ എന്ന് മാധ്യമപ്രവർത്തകരുടെ ചോദ്യം. അതിന് സന്ദീപ് വാര്യരുടെ മറുപടി, അങ്ങനെ വിളിക്കാതിരിക്കാൻ ഞാൻ പാകിസ്ഥാൻകാരനൊന്നും അല്ലല്ലോ. മറുപടിയാണ്. അപ്പം നമുക്കത് കേൾക്കുന്ന ആൾക്കാർക്ക് എന്താണ് തോന്നുക? എത്ര അനായാസവും അതിവേഗത്തിലുമാണ് അദ്ദേഹത്തിന്റെ മൈൻഡ് സെറ്റ് അദ്ദേഹം വെളിവാക്കുന്നത്. അതിന് ഞാൻ പാകിസ്ഥാൻകാരനൊന്നും അല്ലല്ലോ എന്ന് പറയുമ്പോഴുണ്ടാവുന്ന ആ ഒരു ഇദ്ദേഹം പറഞ്ഞ ഹെയ്റ്റ് സ്പീച്ചിന്റെ മറ്റൊരു ഉയർന്ന ക്രൂരമായ തലം തന്നെയാണ് ഞാൻ പാകിസ്ഥാൻകാരനല്ലോ എന്ന് പറയുന്നതിലൂടെ എനിക്ക് മനസ്സിലായത്. അപ്പൊ അതിപ്പോഴും മനസ്സിൽ വെച്ചിരിക്കുകയാണ് സന്ദീപ് വാര്യർ. പിന്നെ പ്രിയപ്പെട്ട ശ്രീ M. ലിജു പറഞ്ഞു സ്നേഹത്തിന്റെ കട. അതൊക്കെ നല്ല പ്രയോഗങ്ങളാണ്. ലിജുവിനെ സംബന്ധിച്ച് ഒരു രാഷ്ട്രീയ നേതാവ് എന്നുള്ള നിലയിൽ ഞാൻ എനിക്ക് ഇഷ്ടപ്പെടുന്ന ബഹുമാനിക്കുന്ന ഒരു വ്യക്തിത്വവുമാണ്. പക്ഷേ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ, സന്ദീപ് വാര്യർ ഇങ്ങനെയൊക്കെ പറയുമ്പോഴാണ് ഇത് എവിടെയാണ് പറയുന്നത്, കേരളത്തോടാണല്ലോ പറയുന്നത് എന്നൊക്കെ നമുക്കങ്ങ് തോന്നിപ്പോകുന്നത്. മറ്റൊന്നും കൊണ്ടല്ല, ഞാനും ലിജു ഒരേ ജില്ലക്കാരാണ്. അപ്പോൾ പിന്നെ മറ്റേ ഒരു ജാഥ ആലപ്പുഴ വന്നപ്പോഴാണല്ലോ KPCC പ്രസിഡന്റ് പ്രതിപക്ഷ നേതാവിനെ മകാരത്തിൽ ഒരു ശകാരം, ഒരു അശ്ലീലം പ്രയോഗിച്ചത്, സ്നേഹത്തിന്റെ കട തുറന്നിട്ട്. അത് കേരളീയരുടെ മുഴുവൻ മുമ്പിലുണ്ട് കേട്ടോ, അതുണ്ട്. അതുപോലെ തന്നെ പത്മജ വേണുഗോപാൽ BJPയിലേക്ക് പോയപ്പോൾ ഇപ്പോഴത്തെ UDF സ്ഥാനാർത്ഥി യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മങ്കൂട്ടത്തിൽ പ്രയോഗിച്ച പിന്നെ അങ്ങേയറ്റത്തെ നീചമായ തെറിപ്രയോഗം, അതും നമ്മുടെ മുമ്പിൽ നിൽക്കുകയാണ്. മാത്രവുമല്ല, കരുണാകരന്റെ വീടാണല്ലോ പിന്നെ മറ്റേ മുരളി മന്ദിരം, മുരളീധരന്റെ പേരിലുള്ളത്. അവിടെ ലീഡർ K. കരുണാകരൻ പിന്നെ ലിജുവിന്റെയും നേതാവാണ്, എല്ലാ കോൺഗ്രസുകാരുടെയും പരമോന്നത നേതാവ് തന്നെയാണ്, എക്കാലവും അദ്ദേഹം. അവിടം വരെ ഒന്ന് പോവാൻ ഇതുവരെ സ്ഥാനാർത്ഥിക്ക് തോന്നിയിട്ടില്ല എന്നുള്ളതും ഈ പറഞ്ഞ സ്നേഹത്തിന്റെ കട എന്ന് തന്നെ വ്യാഖ്യാനിക്കണം. അപ്പൊ അതൊക്കെ നമ്മുടെ മുമ്പിൽ നിൽക്കുന്നുണ്ട്. അത്തരം സ്റ്റേറ്റ്മെന്റുകളൊക്കെ നേരത്തെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന വാദങ്ങൾ നമുക്ക് ആവർത്തിക്കാം, ശരിയാണ്. പക്ഷെ എന്റെ ചോദ്യം, ഇതിപ്പോൾ ഈ സന്ദീപ് വാര്യർ വന്നതുകൊണ്ട് കോൺഗ്രസിന് പാലക്കാട് ഒരു വലിയ വിഭാഗത്തിന്റെ വോട്ട് കിട്ടും എന്നൊന്നും ഞാൻ കരുതുന്നില്ല. പക്ഷേ ഒരു ഓളം ഉണ്ടാക്കാൻ സാധിച്ചിരിക്കുന്നു. സരിനെ അങ്ങോട്ടെടുത്തതിന് പകരം ഒരു ഓളം സൃഷ്ടിക്കാൻ ഇന്നത്തെ റോഡ് ഷോയും നമ്മൾ കണ്ടതാണല്ലോ. അതോടൊപ്പം തന്നെ UDF BJP ഡീൽ എന്ന ആരോപണത്തിന് മറുപടിയാകുന്നു. BJPയിൽ തന്നെ ഭിന്നിപ്പുണ്ടാക്കി അതിൽ നിന്നും ഒരാളെ ഇങ്ങോട്ട് എടുക്കുന്നതിലൂടെ എന്ത് ഡീലാണ് ഞങ്ങൾ BJPയോട് നടത്തുന്നത്? ഇവിടെ വടകരയിൽ ഡീൽ നടത്തി പകരം പാലക്കാട് അങ്ങോട്ട് കൊടുക്കും എന്നുള്ള തരത്തിലുള്ള ആരോപണത്തിന് കൃത്യമായ മറുപടിയായി സന്ദീപ് വാര്യരെ കൊണ്ടുവന്നതുകൊണ്ട് സാധിക്കുന്നു എന്നൊരു പ്രതികരണം കൂടി UDF ക്യാമ്പിൽ നിന്ന് വരുന്നുണ്ട്. അതിനെ എങ്ങനെയാണ് CPM പ്രതിരോധിക്കുക, ശ്രീ ജയചന്ദ്രൻ? അല്ല, ഫൈറ്റ് പൊളിറ്റിക്കൽ അല്ലേ സ്മൃതി? ഇമോഷണൽ ഒന്നും അല്ലല്ലോ ഫൈറ്റ് എന്ന് പറയാം. പൊളിറ്റിക്കൽ ഫൈറ്റ് എന്ന് പറഞ്ഞാൽ പൊളിറ്റിക്കലാണ്, അത് ഇമോഷണൽ ഒന്നും അല്ലല്ലോ. സന്ദീപ് വാര്യരെ കൊണ്ടുവന്നതുകൊണ്ടാണ് ഏതാ BJPയുമായിട്ടുള്ള ഡീൽ എന്ന ആരോപണം. ആ ഡീൽ ആരോപണമൊക്കെ വോട്ടർമാരുടെ മനസ്സിലില്ലാത്തതാണെന്നേ.
അല്ല ഞാൻ പറഞ്ഞില്ലേ, ഇതൊന്നും വോട്ടർമാരുടെ മനസ്സിലില്ലാത്ത കാര്യങ്ങളാണ്. ഇത്രയും ഇമോഷൻസ് ഒന്നും അവരുടെ മുമ്പിൽ യാഥാർത്ഥ്യങ്ങളാണ്. അവരുടെ ഈ രാഷ്ട്രീയം, തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് രാഷ്ട്രീയമാണ്. പാലക്കാടിന്റെ വികസനം, പാലക്കാടിന്റെ പുരോഗതി ആണെങ്കിൽ പുരോഗതി, അധോഗതി ആണെങ്കിൽ അധോഗതി, മുരടിപ്പാണെങ്കിൽ മുരടിപ്പ്, അത്തരം കാര്യങ്ങൾ തന്നെയാണ് ചർച്ച ചെയ്യപ്പെടേണ്ടത്. പിന്നെ ഇത്തരം കാര്യങ്ങൾ ചർച്ചയ്ക്ക് വരുമ്പോൾ അത് എടുക്കരുതെന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ ഇത്തരം ക്ലീഷകൾ പ്രയോഗിക്കുമ്പോൾ സ്നേഹത്തിന്റെ കടയിലേക്ക് ഞാൻ ചെല്ലുന്നു എന്നുള്ള അതൊക്കെ തികഞ്ഞ ക്ലീഷയാണെന്നേ, അതല്ലെന്ന് താങ്കൾ പറയും. എനിക്ക് മനസ്സിലാകാത്തത് സിപിഎമ്മും സ്വാഗതം അരുളി, കോൺഗ്രസ് വളരെ രഹസ്യമായിട്ട് ആ ചർച്ചകൾ നടത്തി. അപ്പോൾ ആരാണ് ഇതിൽ വിജയിച്ചിരിക്കുന്നത്? സിപിഎമ്മും ശ്രമിച്ചു, കോൺഗ്രസും ശ്രമിച്ചു. കോൺഗ്രസിന്റെ ക്യാമ്പിലേക്ക് സന്ദീപ് വാര്യർ എത്തുന്നു. ശ്രമിച്ചില്ല എങ്കിലും സ്വാഗതമെങ്കിലും പറഞ്ഞല്ലോ. താങ്കൾ ആ ചോദ്യം ഡയറക്റ്റ് ചോദിച്ചതിന് ഡയറക്റ്റായിട്ട് തന്നെ ആദ്യമേ മറുപടി പറയാമായിരുന്നു. അല്ല, പിന്നെ അതില് എനിക്ക് മനസ്സിലായിട്ടുള്ള എന്റെ അറിവിൽപ്പെട്ട കാര്യം, CPM-ന്റെ പാലക്കാട്ടെ ചില മുതിർന്ന നേതാക്കൾ ഉണ്ടല്ലോ. പിന്നെ AK ബാലൻ, NN കൃഷ്ണദാസ്, MB രാജേഷ്, EN സുരേഷ് ബാബു തുടങ്ങിയ പാലക്കാട്ടെ പ്രമുഖ നേതാക്കളുണ്ട്. പൊളിറ്റിക്കലി അവരാരെങ്കിലും ബന്ധപ്പെട്ടതായിട്ട് എന്റെ അറിവിലില്ല. പക്ഷെ പേഴ്സണലി ചിലരെങ്കിലും സന്ദീപിനെ കോണ്ടാക്ട് ചെയ്തതായിട്ട് കേൾക്കുന്നുണ്ട്. അതേസമയം സന്ദീപിനെ CPM-ലേക്ക് എടുക്കേണ്ടതില്ല, അല്ലെങ്കിൽ LDF-ലേക്ക് ക്ഷണിക്കേണ്ടതില്ല എന്ന ഉറച്ച നിലപാട് മുഖ്യമന്ത്രിക്കും പാർട്ടി സെക്രട്ടറിക്കും ഉണ്ടായിരുന്നു എന്നാണ് എനിക്ക് ലഭിച്ചിട്ടുള്ള അറിവ്. ആ ഒരു അറിവിലാണ് ഞാൻ നിൽക്കുന്നത് ഇക്കാര്യത്തിൽ. അവർക്ക് രണ്ടുപേർക്കും, പ്രത്യേകിച്ച് മുഖ്യമന്ത്രിക്ക് കൃത്യമായ നിലപാടുണ്ടായിരുന്നു. ഒരു കാരണവശാലും സന്ദീപ് വാര്യരെ CPM-ലേക്ക് വേണ്ട. കാരണം നിലപാടില്ലായ്മ തന്നെയാണ് അവരിപ്പോൾ പറയുന്ന പ്രശ്നമെങ്കിലും മറ്റൊരുപാട് ഘടകങ്ങൾ പരിഗണിച്ചിട്ടുണ്ടാവും, അത് വേറെ കാര്യം. പക്ഷെ നിലപാടില്ലായ്മ ഇപ്പോഴും, പിന്നെ സുരേഷ് പറഞ്ഞില്ലേ, പിന്നെ നിലപാടെന്ന് പറയുന്നത് എന്നെ കമ്മിറ്റിയിൽ മീറ്റിംഗിൽ സ്റ്റേജിൽ ഇരുത്തിയില്ല. പക്ഷേ കൃഷ്ണകുമാറിന്റെ ഭാര്യയെ സ്റ്റേജിൽ ഇരുത്തി. എന്റെ അമ്മ മരിച്ചപ്പോൾ കൃഷ്ണകുമാർ വന്നില്ല, പാർട്ടിയുടെ ഒരു റീത്ത് വെച്ചില്ല. ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട കാരണങ്ങളായിട്ട് കാണുന്നതെന്ന് പറഞ്ഞാൽ തുടക്കത്തിൽ അത് പറയാം. പക്ഷെ ആവർത്തിച്ച് അത് തന്നെ പറയുമ്പോൾ അത് എത്രത്തോളം വോട്ടർമാർ ഉൾക്കൊള്ളും, അല്ലെങ്കിൽ സ്വന്തം പാർശ്വത്ത് നിൽക്കുന്ന ആൾക്കാർ, പിന്നെ മൂത്താന്തറയിലെ വോട്ട് അത് 16,000 വോട്ടുണ്ടെന്ന് ആദ്യം പറയുന്നു. അത് കുറച്ച് സമാഹരിക്കാൻ കോൺഗ്രസിന് കൊടുക്കാൻ കഴിയും എന്നൊരു ധാരണയിലേക്ക് എത്തിച്ചതാണെന്ന് കേൾക്കുന്നു. ഇപ്പോൾ ഒടുവിൽ 16,000 മാറി 3,000 വോട്ട് എന്ന നിലയിലേക്ക് എത്തിയെന്ന് ഇപ്പൊ ആദ്യം തന്നെ പറയുന്നുണ്ടല്ലോ. അപ്പൊ ആ നിലയിൽ ഇപ്പോൾ എത്തുന്നു. അങ്ങനെ പല കഷ്ണങ്ങളായിട്ടാണ് വിവരങ്ങൾ വരുന്നത്. അപ്പോഴും പ്രധാനപ്പെട്ട പ്രശ്നം, കീ ഫാക്ടർ എന്ന് പറയുന്നത് എന്താണ് തന്റെ പൊളിറ്റിക്കൽ ഇഷ്യൂ, പൊളിറ്റിക്കൽ സ്റ്റാൻഡ് എന്താണ്. പൊളിറ്റിക്കൽ സ്റ്റാൻഡ് സ്നേഹത്തിന്റെ കട തുറക്കുന്നിടത്തേക്ക് ഞാൻ പോകുന്നുള്ളത് പൊളിറ്റിക്കൽ സ്റ്റാൻഡ് അല്ല, അതൊരു സ്റ്റേറ്റ്മെന്റ് മാത്രമാണ്. പൊളിറ്റിക്കൽ സ്റ്റാൻഡ് പറയണം സന്ദീപ് വാര്യർ. എന്താണ് പൊളിറ്റിക്കൽ സ്റ്റാൻഡ് പറയുന്നുണ്ടോ? അത് പറയുന്നില്ലല്ലോ. ലിജുവിലേക്ക് വരാം ഇടവേളയ്ക്ക് ശേഷം. ലിജുവിന്റെ ചോദ്യം, എന്ത് തരത്തിലുള്ള രാഷ്ട്രീയ നിലപാട് മാറ്റമാണ് ഇപ്പോൾ സന്ദീപ് വാര്യരിൽ ഉണ്ടായിട്ടുള്ളതെന്നാണ് പറയാനാവുക? കാരണം കൃഷ്ണകുമാറിന്റെ പരിപാടിയിൽ കസേര കിട്ടിയിട്ടില്ല എന്നതിനപ്പുറം മറ്റെന്തെങ്കിലും ഒരു രാഷ്ട്രീയ നിലപാട് വ്യത്യാസം വന്നതായി നമുക്ക് അനുഭവപ്പെട്ടില്ല. അതുമായി ബന്ധപ്പെട്ട പ്രതികരണങ്ങൾ മാത്രമാണ് അദ്ദേഹം നടത്തിയിരുന്നത്. ഇപ്പോൾ അത് കോൺഗ്രസിലേക്ക് എത്തുകയും ചെയ്തിരിക്കുന്നു. ഇന്ന് വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്, ഞാൻ മുമ്പ് പല കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്, BJPക്ക് വേണ്ടി പറഞ്ഞത് ഭാഷയുടെ സാധ്യതകളെ ഉപയോഗപ്പെടുത്തുകയായിരുന്നു എന്നാണ്. ആ ഭാഷയുടെ സാധ്യതകൾ ഏതൊക്കെ തലത്തിൽ വരെ ഉപയോഗപ്പെടുത്താൻ കഴിയുമെന്നുള്ള സന്ദീപ് കാണിച്ചു തന്നിട്ടുള്ളതാണ്. ഇപ്പോൾ നേരത്തെ ഈ വാർത്താ സമ്മേളനത്തിൽ തന്നെ മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് തന്നെ മറുപടിയായി പറയുമ്പോൾ ഞാൻ പാകിസ്ഥാൻകാരനല്ലല്ലോ എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ ഉറച്ചുപോയ ചില ബോധ്യങ്ങളുണ്ട്. അതിൽ നിന്ന് പുറത്തു കടക്കുന്നതിന് മുമ്പ് തന്നെ ഇതാ നിങ്ങളുടെ മാധ്യമ വിഭാഗത്തിലേക്കൊക്കെ എത്തുന്നു എന്നാണ് ഞാൻ കേൾക്കുന്നത്. ഇനിയത്തെ ചർച്ചകളിലെ കോൺഗ്രസ് പ്രതിനിധിയായി സന്ദീപ് വരാൻ പോകുന്നു അല്ലേ ലിജു? ഒന്ന്, സന്ദീപ് വാര്യരെ എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് എന്നതിനെ സംബന്ധിക്കുന്ന കൃത്യമായ തീരുമാനം പാർട്ടി എടുത്തിട്ടില്ല. അത് അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിയും KPC നേതൃത്വവും ആണ് ആ കാര്യത്തിൽ തീരുമാനമെടുക്കേണ്ടത്. അപ്പോൾ അതല്ലാതെ നേരത്തെ തന്നെ ആദ്യം തന്നെ മാധ്യമ പ്രതിനിധിയായിട്ട് പോകുന്നു എന്ന് പ്രഖ്യാപിക്കുന്നത് ശരിയല്ല എന്നാണ് എൻ്റെ അഭിപ്രായം. ഒന്നാമത്തെ കാര്യം, അദ്ദേഹത്തെ മാധ്യമ വിഭാഗത്തിലേക്ക് സ്വാഗതം ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു ലിജു. ഏറ്റവും പുതിയ വാർത്ത അല്ല, ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് ഔദ്യോഗികമായി പിന്നെ പ്രഖ്യാപനങ്ങൾ, ഇപ്പം ഞാൻ കോൺഗ്രസിൻ്റെ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറിയാണ്. സ്വാഭാവികമായും ഇപ്പോൾ കേരളത്തിലെ ഒരു മാധ്യമ വിഭാഗമാണ് എന്നുണ്ടെങ്കിൽ ഒഫീഷ്യലായിട്ട് പ്രഖ്യാപനം വരുമ്പോൾ പുറത്തിറക്കാൻ
സ്വാഭാവികമായും ഞാൻ കൂടി അറിയാറുണ്ട്. അപ്പോൾ ഇത് എനിക്ക് തോന്നുന്നു സ്വാഭാവികമായും മാധ്യമ വിഭാഗത്തിലേക്ക് അദ്ദേഹം സ്വാഗതം ചെയ്യപ്പെടുമെന്നത് അറിയാം. കാരണം BJPയുടെ വക്താവാണ്, ആയിരുന്ന ഒരാളാണ്, നല്ല ഭാഷാചാതുര്യമുള്ള ഒരാളാണ്, അറിവിൻ്റെ പിൻബലമുണ്ട്, സ്വാഭാവികമായി ഉണ്ടാകും. പക്ഷെ ഞാൻ പറഞ്ഞ ഔദ്യോഗികമായ ഒരു പ്രഖ്യാപനം നടന്നിട്ടില്ല എന്നാണ് ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം. കാരണം ഔദ്യോഗിക പ്രഖ്യാപനം നടത്തുമ്പോൾ സ്വാഭാവികം ഞാൻ കൂടി അറിയും എന്നതുകൊണ്ടാണ് ഞാനത് ഉറപ്പിച്ച് പറഞ്ഞത്. രണ്ടാമത്തെ കാര്യം, സന്ദീപിൻ്റെ രാഷ്ട്രീയം എന്താണ് എന്ന് ഒരു ചോദ്യം ഇവിടെ വരികയുണ്ടായി. ഇപ്പോൾ എനിക്ക് തോന്നുന്നു CPM പിന്നെ ശ്രീ ജയചന്ദ്രൻ അദ്ദേഹമാണ് ഈ ഒരു അഭിപ്രായം ഉയർത്തിയത്. അപ്പോൾ എനിക്ക് ശ്രീ AK ബാലൻ്റെ അഭിപ്രായത്തോട് എനിക്ക് യോജിപ്പുണ്ട്. AK ബാലൻ പറഞ്ഞു, അദ്ദേഹം ആദ്യം വ്യക്തിപരമായിട്ടാണ് ശ്രീ സന്ദീപിനെ വിലയിരുത്തിയത്. AK ബാലൻ മാത്രമല്ല, MB രാജേഷ്, ഗോവിന്ദൻ മാസ്റ്റർ, അങ്ങനെ പലരും BJPയിൽ നിന്ന് വിട്ട് CPMലേക്ക് ചെല്ലും എന്നൊരു പ്രതീതി ഉണ്ടായ സമയത്ത് അവർ വിലയിരുത്തിയിട്ട് പറഞ്ഞത് സന്ദീപ് ക്രിസ്റ്റൽ ക്ലിയർ ആയൊരു വ്യക്തിയാണ്, അദ്ദേഹത്തിന് നല്ല അറിവുണ്ട്, കാര്യങ്ങൾ നന്നായി പ്രസൻറ്റ് ചെയ്യാൻ അറിയാം. പിന്നെ AK ബാലൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ്, അദ്ദേഹം CPMലേക്ക് വരുമ്പോൾ ആദ്യഘട്ടത്തിൽ ഒരു ട്രാൻസിഷൻ പീരീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ചിലപ്പോൾ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവും. ആ ട്രാൻസിഷൻ, കാരണം ഇത്രയും കാലം പിന്തുടരുന്ന ഒരു ആശയം, രാഷ്ട്രീയം, അതിൽ നിന്നൊക്കെ മാറിക്കഴിഞ്ഞാൽ അദ്ദേഹം CPMൻ്റെ ഉറച്ച കേഡറായി മാറും എന്ന പ്രതീക്ഷയാണ് ശ്രീ AK ബാലൻ പറഞ്ഞത്. യഥാർത്ഥത്തിൽ എനിക്കും ആ കാര്യം തന്നെയാണ് പറയാനുള്ളത്. സന്ദീപ് വാര്യർ എന്ന് പറയുന്ന വ്യക്തിക്ക് കുറേ നല്ല ഗുണങ്ങളുണ്ട്. അദ്ദേഹത്തിന് നല്ല ഭാഷയുണ്ട്, ആശയപ്രകാശന ശൈലിയുണ്ട്. അപ്പോൾ അദ്ദേഹം ഇതുവരെ പിന്തുടർന്ന രാഷ്ട്രീയത്തോട് കൃത്യമായി വിയോജിപ്പുണ്ടായി. ഇന്നത്തെ പത്രസമ്മേളനത്തിൽ അദ്ദേഹം പറയുകയും ചെയ്തു. അത് ഞങ്ങളുടെ ഇപ്പോൾ ജയചന്ദ് സാർ സംസാരിച്ചപ്പോൾ പറഞ്ഞു അതൊരു ആലങ്കാരികമാണ്. ആലങ്കാരിക പ്രയോഗം നടത്തിയത് രാഹുൽ ഗാന്ധിയാണ്. രാഹുൽ ഗാന്ധി ഈ നാട്ടിലെ വെറുപ്പിൻ്റെ കമ്പോളത്തിൽ സ്നേഹത്തിൻ്റെ കട തുറക്കുക എന്ന് രാഹുൽ ഗാന്ധിയുടെ ഒരു ഫ്രേസായിരുന്നു, ഒരു പ്രയോഗമായിരുന്നു. അത് കടമെടുത്തുകൊണ്ടാണ് ഇന്ന് സന്ദീപ് വാര്യർ സംസാരിച്ചത്. അല്ല, സന്ദീപ് വാര്യർ സ്വന്തമായിട്ടൊരു കട തുറക്കുന്ന കാര്യത്തെക്കുറിച്ച് അല്ല പറഞ്ഞത്. രാഹുൽ ഗാന്ധി പറഞ്ഞൊരു ആശയത്തെ കടമെടുത്ത് സംസാരിച്ചാണ്. സ്വാഭാവികമായിട്ടും ഞങ്ങൾ അതിനെയാണ് കണക്കാക്കുന്നത്. ഒരു ട്രാൻസിഷൻ പീരീഡിൽ ഭാവിയിൽ ഈ നേരത്തെ AK ബാലൻ പറഞ്ഞതുപോലെ വാക്കുകളിലും പ്രയോഗങ്ങളിലുമൊക്കെ ചില പാളിച്ചകൾ ഉണ്ടായാൽ അതും ആ ട്രാൻസിഷൻ പീരീഡിൻ്റെ ഒരു പ്രൊബേഷണറി പീരീഡിൻ്റെ കാലമായി കണക്കാക്കിയാൽ മതി. ആ തരത്തിൽ മാത്രം അതിനെ കണക്കാക്കിയാൽ മതി എന്നാണ് എൻ്റെ അഭിപ്രായം. അപ്പോൾ സന്ദീപ് തൻ്റെ രാഷ്ട്രീയം പറഞ്ഞു കഴിഞ്ഞു. അത് കോൺഗ്രസ് മുന്നോട്ട് വെക്കുന്ന ജനാധിപത്യ മതേതര രാഷ്ട്രീയമാണ്. ഐഡിയ ഓഫ് ഇന്ത്യ എന്നിരുന്നത് അദ്ദേഹത്തിൻ്റെ പത്രസമ്മേളനത്തിൽ ഞങ്ങൾ എല്ലാവരും ആ സമയത്ത് സ്വീകരിക്കുന്ന ആ ഒരു യോഗത്തിൽ ഞാനും ഉണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, അദ്ദേഹത്തോട് ഉയർന്നൊരു ചോദ്യം എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. ഇത് കോൺഗ്രസ് എന്ന് പറയുന്ന ആശയം എന്ത് ആശയമാണ് നിങ്ങൾ പ്രതിദാനം ചെയ്തെന്ന് ചോദിച്ചപ്പോൾ സന്ദീപ് പറഞ്ഞ മറുപടി, ഇന്ത്യക്കാർക്കെല്ലാം തന്നെ കോൺഗ്രസിൻ്റെ DNA തങ്ങളുടെ ശരീരത്തിലുണ്ട്. ദ ഐഡിയ ഓഫ് ഇന്ത്യ എന്ന ആശയം ആണ് കോൺഗ്രസ് പ്രതിദാനം ചെയ്യുമെന്ന് പറഞ്ഞു. എനിക്കത് തന്നെയാണ് പറയാനുള്ളത്. കോൺഗ്രസ് മുന്നോട്ട് വെക്കുന്ന ഇന്ത്യയുടെ ആശയം അത് ജനാധിപത്യത്തിൻ്റെയും മതേതരത്വത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും ആശയമാണ്. ആ ആശയത്തെയാണ് സന്ദീപ് ഇന്ന് ഏറ്റെടുത്തിരിക്കുന്നത്. പക്ഷെ അത് കസേര കിട്ടാഞ്ഞപ്പോൾ മാത്രമാണ് ഏറ്റെടുക്കുന്ന പ്രശ്നമുണ്ട് ലിജു. കുറച്ചുകൂടി നേരത്തെ തോന്നിയിരുന്നെങ്കിൽ വയനാട്ടിലൊന്ന് പ്രചാരണം നടത്താമായിരുന്നല്ലോ. രാഹുൽ ഗാന്ധിയോടൊരു ഒരു ക്ഷമാപണമായി അവിടെ പ്രചാരണത്തിൽ പങ്കെടുക്കാമായിരുന്നല്ലോ എന്നാണ് K മുരളീധരൻ പറഞ്ഞത്. എല്ലാ മനുഷ്യരും സന്ദേഹികളാണല്ലോ സ്മൃതി. രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിൽ നിൽക്കുന്ന പലരും നമുക്കറിയാം, ഇപ്പം മനുഷ്യരുടെ എല്ലാ അത്തരം സന്ദേഹങ്ങളുണ്ട്. സന്ദീപിൻ്റെ പല ഫേസ്ബുക്ക് പോസ്റ്റുകളിൽ ഞാൻ കണ്ടിട്ടുണ്ട്. തീവ്ര നിലപാടുകൾ പറയുന്നതോടൊപ്പം തന്നെ പഴയ സൗഹൃദത്തിൻ്റെ, മതസൗഹാർദ്ദത്തിൻ്റെ ഒക്കെ തന്നെ പല പോസ്റ്റുകളിൽ ഞാൻ സന്ദീപിൻ്റെ പോസ്റ്റുകൾ കണ്ടിട്ടുണ്ട്. ഞാൻ ന്യായീകരിക്കാൻ വേണ്ടി പറയുന്നതല്ല. അതോടൊപ്പം തന്നെ അദ്ദേഹം പറയുകയുണ്ടായി, ഒരു തവണ മതസൗഹാർദ്ദം മുൻനിർത്തിയൊരു പോസ്റ്റ് ഇട്ടപ്പോൾ അദ്ദേഹത്തെ വക്താവ് സ്ഥാനത്ത് നിന്ന് മാറ്റി നിർത്തിയെന്നൊരു പരാമർശവും ഞാൻ കേട്ടു. അപ്പോൾ മനുഷ്യർക്ക് മാറ്റങ്ങളുണ്ടാകുന്നത് പലപ്പോഴും പല ട്രിഗറുകളാണ്, പല പ്രചോദനങ്ങൾ, ഏതെങ്കിലും ചില സംഭവങ്ങളായിരിക്കാം. അപ്പോൾ സ്വാഭാവികമായിട്ടും കസേരയെ സംബന്ധിക്കുന്ന പരാമർശം അല്ലെങ്കിൽ അദ്ദേഹത്തെ വേദിയിൽ നിർത്തി അപമാനിച്ചു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ ഉറങ്ങിക്കിടന്ന, നേരത്തെ പറഞ്ഞതുപോലെ ആ ഇന്ത്യ എന്ന് പറയുന്ന ആ ഒരു ആശയത്തോടുള്ള പ്രതിബദ്ധത, ഇവരുടെ വെറുപ്പിൻ്റെയും ഇവരുടെ സഹിഷ്ണുതയില്ലായ്മയോടുള്ള എതിർപ്പ്, അത് കൂടുതൽ ശക്തമാകുവാൻ അത് പ്രചോദനമായെന്നിരിക്കാം. ഇപ്പോൾ ഒത്തിരി കാര്യങ്ങൾ അങ്ങനെയല്ലേ. ഇപ്പോൾ MV രാഘവൻ CPM വിട്ട് പുറത്തു പോകേണ്ട സാഹചര്യം ഉണ്ടായില്ലേ എത്രയോ തവണ? ബദൽ രേഖയുമായിട്ട് ബന്ധപ്പെട്ടാണ് അദ്ദേഹത്തിന് പുറത്തു പോകേണ്ടി വന്നത്. ഇപ്പോൾ മഹാരാഷ്ട്ര കോൺഗ്രസ് പ്രസിഡൻ്റായിരിക്കുന്ന നാനോ പട്ടോള പണ്ട് BJPക്കാരനായിരുന്ന ആളാണ്. വളരെ കൃത്യമായി അദ്ദേഹത്തിന് മഹാരാഷ്ട്രയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളിലാണ് മാറ്റി നിർത്തേണ്ടി വന്നത്. ഇവിടെ കോൺഗ്രസിൽ നിന്ന് പലരും പോയില്ലേ? ശ്രീമതി പത്മജ വേണുഗോപാൽ പോയി. എന്താണ് പത്മജ വേണുഗോപാലിൻ്റെ പാർട്ടി മാറ്റവുമായിട്ടുണ്ടായിട്ടുള്ള ട്രിഗർ എന്താണ്?
പത്മജ ചേച്ചിയുടെ പത്രസമ്മേളനത്തിൽ പറഞ്ഞത് ഞാൻ മത്സരിച്ച സ്ഥലത്തൊരു മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റിനെ പോലും എനിക്ക് തന്നില്ല എന്നാണ്. ചിലപ്പോൾ അതായിരിക്കാം ആയിട്ടുള്ളത്. അപ്പോൾ എന്ന് പറഞ്ഞതുപോലെ CPM വിട്ടുപോകുന്നവർ, BJP വിട്ടുപോകുന്നവർ, അല്ലെങ്കിൽ കോൺഗ്രസ് വിട്ടുപോകുന്നവർ പലർക്കും അവരുടേതായ കാരണങ്ങളുണ്ടാകും. ആ കാരണങ്ങളുടെ വലിപ്പമോ നിസ്സാരതയോ അല്ല. അതിലൂടെ അവർ മറ്റൊരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ എത്തിച്ചേരുമ്പോൾ ആ പ്രസ്ഥാനത്തിൻ്റെ ആശയത്തോട് വെച്ച് പുലർത്തുന്ന ഐക്യമാണ്, അല്ലെങ്കിൽ ആ പ്രസ്ഥാനത്തിൻ്റെ ആശയങ്ങളെ പ്രാവർത്തികമാക്കാൻ പറ്റുന്ന ശ്രമങ്ങളാണ് അവരുടെ രാഷ്ട്രീയ പാതയെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഞാൻ അങ്ങനെയാണ് കരുതുന്നത്. സന്ദീപ് ഇതുവരെ വെച്ച് പുലർത്തിയ രാഷ്ട്രീയ വിശ്വാസങ്ങൾക്ക് തീർത്തും വിരുദ്ധമായ എതിർപക്ഷത്തിൽ നിൽക്കുന്ന ഒരു ആശയമാണ് കോൺഗ്രസിൻ്റേത്. അതിനോടാണ് അദ്ദേഹം ഇന്നത്തെ ആദ്യ ദിവസം തന്നെ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചത്. മടങ്ങിയെത്താം ചർച്ചയിലേക്ക്. സുരേഷ്, ഞാൻ പറഞ്ഞത് ഇപ്പോൾ സന്ദീപ് വാര്യരുടെ പോക്ക്, അതിന് തൊട്ടു പിന്നാലെ നാളെ മുനിസിപ്പാലിറ്റിയിൽ നിന്നും ചില ഇളക്കങ്ങൾ ഉണ്ടാകാൻ പോകുന്നു എന്നതിൻ്റെ സൂചനകൾ ലഭിക്കുന്നു. ഇപ്പോൾ 2 ടേമായി നിങ്ങൾ ഭരിക്കുന്നു, BJP ഭരിക്കുന്ന മുനിസിപ്പാലിറ്റിയിൽ ഒരു ഇളക്കമുണ്ടാക്കുകയും അവിടെ നിന്ന് കുറച്ചുപേരെ ചാടിച്ച് കോൺഗ്രസിലേക്ക് കൊണ്ടുപോകാനുള്ള സാധ്യതയും അവിടെ ഉരുത്തിരിയുന്നു എന്ന സൂചനകളും കേൾക്കുകയാണ്. എങ്ങനെ പ്രതികരിക്കുന്നു? സ്മൃതി, ഇവിടുത്തെ പ്രതികരണം ഉണ്ടാകേണ്ടത് ഇപ്പോൾ ഉണ്ടായി തുടങ്ങിയിരിക്കുന്നത് കോൺഗ്രസിൽ നിന്നാണ്. ഒരു കാര്യം വളരെ വ്യക്തമായിട്ട് പറയാൻ ആഗ്രഹിക്കുന്നു. സന്ദീപ് വാര്യർ ഈ പാർട്ടി വിട്ട് കോൺഗ്രസ്സിൽ പോപ്പുലർ ഫ്രണ്ടിനോടൊപ്പം ഒരുമിച്ച് പോകാൻ തീരുമാനിച്ചതുകൊണ്ട് ഈ പാലക്കാട്ട് BJPക്ക് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. ഒരു വോട്ട് പോലും BJPക്ക് നഷ്ടപ്പെടാൻ പോകുന്നു. പോപ്പുലർ ഫ്രണ്ടിനോടൊപ്പം എന്ന് പറഞ്ഞത് മനസ്സിലായില്ല, ഒന്ന് വിശദീകരിക്കാമോ? ശ്രീനിവാസന്റെയും പോപ്പുലർ ഫ്രണ്ടിനൊപ്പം പോകുന്നു എന്ന് പറഞ്ഞത് മനസ്സിലായില്ല. ഞാൻ വരാം, അങ്ങോട്ട് വരാം. അതെ, വിശദീകരിക്കാം. രഞ്ജിത്ത് ശ്രീനിവാസന്റെയും സഞ്ജിത്തിൻ്റെയും ബലിദാനത്തെ മാറോട് ചേർത്ത് പിടിക്കുന്ന പാലക്കാട്ടെ ഞങ്ങളുടെ പ്രസ്ഥാനത്തിൻ്റെ മുഴുവൻ പ്രവർത്തകരും ഒരു ജീവൻ മരണ പോരാട്ടമായിട്ടെടുത്ത് ഇതുപോലെയുള്ള കരിങ്കാലികളെയും വഞ്ചകന്മാരെയും അതിൻ്റേതായ പാഠം പഠിപ്പിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ് തന്നെയായിരിക്കും 20-ാം തീയതി പാലക്കാട്ട് നടക്കാൻ പോകുന്നത്. C. കൃഷ്ണകുമാർ വൻപിച്ച ഭൂരിപക്ഷത്തോടുകൂടി പാലക്കാട്ട് ജയിക്കുമെന്ന് അങ്ങ് എഴുതി വെച്ചോളൂ. രണ്ടാമത്, ഇവിടെ ഇന്ന് ഞാൻ ഈ ചർച്ചയിലിരിക്കുന്നതിന് മുമ്പ് കോൺഗ്രസ് നേതാവ് K. മുരളീധരൻ്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് കണ്ടു. പകൽ വാഴും പെരുമാളിൻ രാജ്യഭാരം വെറും 15 നാഴിക മാത്രം, ഞാൻ എന്ന ഭാവങ്ങളെ എന്ന് പറയുന്ന ഒരു മനോഹരമായ പഴയ പാട്ടാണ് K. മുരളീധരൻ ഇട്ടിരിക്കുന്നത്. അതായത് ഇന്ന് മുതൽ 15 നാളുകളാണ് ഈ പാലക്കാടിൻ്റെ റിസൾട്ട് വരാനായിട്ടുള്ളത്. ഈ 15 നാളുകൾക്കുള്ളിൽ നേരത്തെ K. സുരേന്ദ്രൻ പറഞ്ഞില്ലേ, BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ, ഇവിടെ VD സതീശൻ എന്ന് പറയുന്ന പോപ്പുലർ ഫ്രണ്ടിനെയും ഗ്രീൻ ആർമിയെയും ഗ്രീൻ സ്ക്വാഡിനെയും ഇറക്കി വഖഫ് എന്ന് പറയുന്ന ഈ നാട്ടിലെ ഹിന്ദു സമൂഹത്തെയും ക്രിസ്ത്യൻ സമൂഹത്തെയും ഉൽപ്പതിഷ്ണുക്കളായ മുസ്ലിം സമൂഹത്തെയും നാടുവിടാൻ പ്രേരിപ്പിക്കുന്ന വഖഫ് മുന്നണിയുടെ ഭാഗമായിട്ടുള്ള VD സതീശൻ ഈ രാജ്യദ്രോഹ സംഘടനകളെ ഉൾപ്പെടെ രംഗത്തിറക്കിക്കൊണ്ട് നടത്തുന്ന ഈ നാടകമുണ്ടല്ലോ, ഈ നാടകം അവസാനിപ്പിക്കാൻ സമയമായി. VD സതീശൻ്റെ പ്രതിപക്ഷ നേതൃസ്ഥാനം പോലും തെറിക്കുന്ന ദിനങ്ങളാണ് വരാൻ പോകുന്നത്. അതിൻ്റെ സൂചികയാണ് ഇന്ന് K. മുരളീധരൻ ഫേസ്ബുക്കിൽ ഇട്ടിരിക്കുന്ന പോസ്റ്റ് ഉൾപ്പെടെയുള്ളത് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അങ്ങനെയാണോ? അതോടൊപ്പം തന്നെ K. മുരളീധരൻ മറ്റൊന്ന് പറഞ്ഞിട്ടുണ്ട്. പെരുമാൾ VD സതീശൻ തന്നെയാണെന്ന് ഉറപ്പിക്കുന്നുണ്ടോ? പെരുമാൾ VD സതീശൻ തന്നെയാണെന്ന് എങ്ങനെയാണ് താങ്കൾ ഉറപ്പിക്കുന്നത്? അതിൽ ലിജുവിലേക്ക് വരാൻ. ലിജു, അല്ല, ഞാൻ പൂർത്തിയാക്കിക്കോട്ടെ. ഇവിടെ K. മുരളീധരൻ വേറൊന്നുകൂടി പറഞ്ഞിട്ടുണ്ട്. രാഹുൽ ഗാന്ധിയെ മനോരോഗി എന്ന് വിളിച്ച ഒരുവനെ ഇങ്ങനെ സ്നേഹത്തിൻ്റെ കടയിൽ പ്രദർശന വസ്തുവായിട്ട് വച്ച് ഈ കോൺഗ്രസ്സുകാരൻ രാജ്യം ഭരിച്ചു കളയാമെന്ന് വിചാരിച്ചാൽ നിങ്ങൾ മൂഢസ്വർഗത്തിലാണ് എന്ന് മാത്രമേ കോൺഗ്രസ്സുകാരോട് ഞങ്ങൾക്ക് പറയാനുള്ളൂ. അങ്ങനെ K. മുരളീധരൻ പറഞ്ഞില്ല. ഈ കൽപ്പാത്തിയുടെ വിഷയം K. മുരളീധരൻ, അതായത് രാഹുൽ ഗാന്ധി ഭാരത് ജോഡോ യാത്രക്കിടയിൽ ആശുപത്രിയിൽ കിടന്നപ്പോൾ അയാളെ കിടത്തേണ്ടത് മാനസിക ആശുപത്രിയിലാണ് എന്ന് എഴുതിയ ആളാണ് ഇന്ന് വയനാട്ടിൽ പ്രചാരണത്തിൽ വരുത്താമായിരുന്നല്ലോ എന്ന് പറഞ്ഞത്. ശരിയാണ്. ഈ ഫേസ്ബുക്ക് പോസ്റ്റിന്റെ അർത്ഥമൊന്ന് വിശദീകരിക്കട്ടെ. എല്ലാം കേട്ടിട്ടില്ല സ്മൃതി, എല്ലാം കേട്ടിട്ടില്ല. സ്മൃതിയുടെ ന്യൂസ് സെന്ററിൽ നിന്ന് അത് ഇട്ടുതരാൻ പറയൂ. എല്ലാം കേട്ടിട്ടില്ല. അതിലുണ്ട് രാഹുൽ ഗാന്ധിയെ മനോരോഗി എന്ന് വിളിച്ച ആളാണ് സന്ദീപ് വാര്യർ എന്ന് K. മുരളീധരൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, സന്ദീപ് വാര്യരോടൊപ്പം പാലക്കാട്ടെ ഒരു തെരുവ് നായ പോലും
ഈ കൂടെ ഉണ്ടാകില്ല എന്നുള്ള കാര്യം ഞാനിതാ അടിവരയിട്ട് റിപ്പോർട്ടിൽ പറയുന്നു. നിങ്ങൾക്ക് വരും ദിവസങ്ങളിൽ അത് തെളിയിച്ചു തരാം ഞങ്ങൾ. ശരി, അതൊരു വലിയ വെല്ലുവിളിയാണ്, വലിയ വെല്ലുവിളിയാണ്. പക്ഷേ മൂത്താൻ വിഭാഗത്തോട് കാണിച്ചിരിക്കുന്ന അനീതി, മൂത്താൻ തറയിലെ പ്രിയാജയനെ മാറ്റിയതടക്കമുള്ള വിഷയങ്ങൾ മുനിസിപ്പാലിറ്റിയുമായി ബന്ധപ്പെട്ട് ഒക്കെ ഉന്നയിക്കുകയാണ് ഇപ്പോൾ സന്ദീപ് വാര്യർ. അത് എത്രത്തോളം പ്രതിഫലിക്കും നമുക്ക് നോക്കാം. താങ്കൾ ഈ പറയുന്ന ആ പ്രയോഗം ഞാൻ ഏറ്റെടുത്ത് പറയുന്നില്ല. ഏതായാലും നാളെ കൂടുതൽ നേതാക്കൾ, കൂടുതൽ പ്രവർത്തകർ വരും എന്നാണ് പറഞ്ഞു കേൾക്കുന്നത്. നമുക്ക് നോക്കാം. ശ്രീ ലിജു, എന്താണ് ഈ കെ മുരളീധരന്റെ ഫേസ്ബുക്ക് പോസ്റ്റിന്റെ അർത്ഥം? പകൽവാഴും പെരുമാളിൻ രാജ്യഭാരം വെറും 15 നാഴിക മാത്രം, ഞാൻ 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 എന്ന ഭാവങ്ങളെ ആരെയാണ് ഉദ്ദേശിച്ചത്? എനിക്ക് മനസ്സിലാകാൻ സാധിക്കുന്നത്, ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ കവിതയെ എനിക്ക് വ്യാഖ്യാനിക്കാൻ സാധിക്കില്ല, അല്ലെങ്കിൽ എഴുതിയിരിക്കുന്ന ഗാനത്തെ. പക്ഷേങ്കിലും പെരുമാളെന്ന് പറയുന്ന രാജാവാണ് സാധാരണഗതിയിൽ. ഇപ്പോൾ രാജാവ് എന്ന് പറയുന്ന നിലവിൽ രാജാവായി കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്നത് ശ്രീ പിണറായി വിജയനാണ്. പിണറായി വിജയൻ്റെ ഈ അധികാരധാർഷ്ട്യത്തിൻ്റെ നാളുകൾ എണ്ണപ്പെട്ട് കഴിഞ്ഞിരിക്കുമെന്നാണ് ശ്രീ കെ മുരളീധരൻ പറഞ്ഞിരിക്കുന്നതെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് വളരെ കൃത്യമായി. കാരണം 15, ഇപ്പം സുരേഷ് പറഞ്ഞു 15 നാളുകൾ 23-ാം തീയതി റിസൾട്ട് വരും. സുരേഷ്, കമന്റ് പലതും വരുമല്ലോ. വ്യാഖ്യാനിക്കാൻ ഇടകൊടുക്കുന്ന പോസ്റ്ററുകൾ എന്തിനാണ് ഈ സമയത്ത് ഇടുന്നത് എന്നൊരു ചോദ്യം ഉണ്ടല്ലോ ലിജു. എങ്ങനെയും എടുക്കാം എന്ന് തോന്നുന്ന പോസ്റ്ററുകൾ. ഞാൻ പറയട്ടെ, ശ്രീ കെ ഒറ്റ മിനിറ്റ്. ശ്രീ കെ മുരളീധരൻ വളരെ കാവ്യാത്മകമായി നിലവിലിരിക്കുന്ന ഇടതുപക്ഷ ഭരണത്തിൻ്റെ അവസാനം കുറിക്കുന്ന ദിനങ്ങൾ 23-ാം തീയതി റിസൾട്ട് വരുന്നതോടെ കേരളത്തിൽ വാഴിക്കൊണ്ടിരിക്കുന്ന പെരുമാൾമാരുടെ എല്ലാം അവസാനം കുറിക്കുമെന്ന് പറയുമ്പോൾ അത് BJP-ക്കാർക്ക് എന്താ അങ്ങനെ തോന്നാത്തത്? എൻ്റെ പ്രശ്നം അതാണ്. നിങ്ങൾക്ക് എന്തുകൊണ്ട് അങ്ങനെ തോന്നുന്നില്ല? ഈ പരസ്പര സഹായ സംഘത്തിൻ്റെ പ്രശ്നമല്ലേ കാരണം? പരസ്പര സഹായ സഹകരണ സംഘമാണ് ഇതിൻ്റെ യഥാർത്ഥ പ്രശ്നം. ക്രിസ്റ്റൽ ക്ലിയർ പൊളിറ്റീഷ്യൻ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറയുന്നത് താങ്കളുടെ കേട്ടോണ്ടിരിക്കുകയായിരുന്നില്ലേ ഞാൻ? ക്രിസ്റ്റൽ ക്ലിയർ പൊളിറ്റീഷ്യൻ എന്ന് AK ബാലൻ പറഞ്ഞ സമയത്ത് ഒരു പരാമർശവും ഒരു BJP-ക്കാരൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടായില്ലല്ലോ. അപ്പം നിങ്ങളുടെ പ്രശ്നം, നിങ്ങൾക്ക് പകൽവാഴും പെരുമാൾ എന്ന് പറഞ്ഞാൽ അത് പിണറായി വിജയനാണെന്ന് മനസ്സിലാകുന്നില്ല എന്നുള്ളതാണ്. രണ്ടാമത്തെ പ്രശ്നം, രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിലെ നേതാക്കന്മാർ വ്യത്യസ്തമായ ചേരിയിൽ നിൽക്കുമ്പോൾ നടത്തിയിട്ടുള്ള പ്രസ്താവനകളുടെ ഒരു ദീർഘചരിത്രം അത് ഇന്ത്യൻ രാഷ്ട്രീയത്തിലുമുണ്ട്, കേരള രാഷ്ട്രീയത്തിലുമുണ്ട്. അപ്പോൾ അതുകൊണ്ട് പൂർവ്വകാല പ്രസ്താവനകളുടെ പേരിൽ നമുക്ക് അങ്ങനെ ആളുകളെ അടച്ചാക്ഷേപിക്കാൻ കഴിയില്ല. അത് തിരുത്തേണ്ടതാണ്. സന്ദീപ് വാര്യരെ അത് തിരുത്തുമെന്ന് തന്നെയാണ് എൻ്റെ പ്രതീക്ഷ. അതുകൊണ്ടാണ് അദ്ദേഹം കോൺഗ്രസിലേക്ക് വന്നത്. ഭൂതകാലത്തിലെ പ്രസ്താവനകൾ അത് കാലത്തിലേക്ക് കുഴിച്ചുമൂടപ്പെടട്ടെ, അതൊക്കെ മൂടിപ്പൊക്കൊണ്ടിരിക്കും. അതുതന്നെയാണ് ശ്രീ കെ മുരളീധരൻ പറഞ്ഞതിൻ്റെ അർത്ഥം അത് തന്നെയാണ്. അദ്ദേഹം ഓർമ്മിപ്പിച്ചു എന്നുള്ളതേ ഉള്ളൂ. അത്ര തീവ്ര പ്രസ്ഥാനങ്ങൾ നടത്തിയവർ പോലും ഇന്ന് കോൺഗ്രസ് പ്രസ്ഥാനത്തിലേക്ക് വരുന്നു, അതേ അത്ര വ്യക്തമാവുന്നുള്ളൂ. പിന്നെ സുരേഷ് പറഞ്ഞതുപോലെ ഇനി സന്ദീപ് വാര്യർ വരുമ്പോൾ കൽപ്പാത്തി തെരുവിലെ ഒരു നായ പോലും അങ്ങനെയൊന്നും അടച്ചാക്ഷേപിക്കരുത് സുരേഷ്. നമ്മൾ ഇപ്പം ഞങ്ങളുടെ പാർട്ടിയിൽ നിന്ന് പുറത്തു പോയിട്ടുള്ള ആൾ ശ്രീമതി പത്മജ വേണുഗോപാൽ കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് പുറത്തു പോയിട്ട ഒരാളാണ്. എന്തിനാണ് പത്മജ ആക്ഷേപിക്കുന്നത്? പത്മജയുടെ വ്യക്തി സ്വാതന്ത്ര്യമാണ് അപ്പുറത്ത് പോകുക എന്നുള്ളത്. എത്രയോ നേതാക്കന്മാർ CPM-ലേക്ക് പോയിരിക്കുന്നു. കോൺഗ്രസിൻ്റെ KPC ജനറൽ സെക്രട്ടറി ആയിരുന്ന ആളാണ് ശ്രീ KP അനിൽകുമാർ. ഇന്ന് CPM-ലാണ്, അവരുടെ CAT യൂണിയൻ്റെ സെക്രട്ടറിയൊക്കെയാണ്. ഞങ്ങൾ അദ്ദേഹത്തെ ആക്ഷേപിക്കേണ്ട കാര്യമുണ്ടോ? ഇല്ല. അത് രാഷ്ട്രീയ ആശയങ്ങളാണ്. ഞങ്ങളതിനെ എതിർക്കും, ആശയപരമായി എതിർക്കും. അതല്ല സന്ദീപ് വാര്യരുടെ കൂടെ വരാൻ നായാണോ അതോ ജനസാഗരമാണോ എന്നൊക്കെ കാലം തെളിയിക്കേണ്ട കാര്യമല്ലേ? ഈ പറഞ്ഞ കാര്യങ്ങളിലുള്ള ഖേദം എന്ന് പറയുമ്പോൾ ഈ വംശഹത്യവാദി ആയിരുന്നല്ലോ, അത്തരത്തിലുള്ള പ്രയോഗങ്ങൾ പോലും നടത്തിയിട്ടുണ്ട്. അതടക്കം ഇപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ ശക്തമായി ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. കശ്മീർ നിവാസികളെ പറഞ്ഞതടക്കമുള്ള കാര്യങ്ങൾ. അപ്പോൾ അങ്ങനെ ഒരു പ്രതികരണം കൂടി ഈ വാർത്താ സമ്മേളനത്തിൽ കുറച്ചുകൂടി വ്യക്തതയോടെ, അതാണ് നേരത്തെ ശ്രീ ജയേന്ദ്രനും ചോദിച്ചത്, കുറച്ചുകൂടി വ്യക്തതയോടെ പറയേണ്ടിയിരുന്നില്ലേ ശ്രീ ലിജു? അല്ലാതെ ഞാൻ പറഞ്ഞല്ലോ, അത് അദ്ദേഹം വരും ദിവസങ്ങൾക്ക് ഒരൊറ്റ പത്രസമ്മേളനത്തിൽ തന്നെ എല്ലാ വിഷയങ്ങൾക്കും മറുപടി പറയേണ്ടതുണ്ടോ? അപ്പം അദ്ദേഹം പറഞ്ഞു, ഞാൻ നിന്നൊരു പ്രസ്ഥാനം പരമത വിദ്വേഷത്തിൻ്റെ പ്രസ്ഥാനമായിരുന്നു, വെറുപ്പിൻ്റെ ഒരു ഫാക്ടറി ആയിരുന്നു. ഞാൻ അവിടെ നിന്ന് സ്നേഹത്തിൻ്റെ ഒരു കടയിലേക്ക് വരുന്നു, രാഹുൽ ഗാന്ധിയുടെ ഒരു ഫ്രേസ് കടമെടുത്തുകൊണ്ട്. അപ്പോൾ അതൊരു തുടക്കമാണ്. നാളെ അദ്ദേഹം ഇതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന പല കാര്യങ്ങളെക്കുറിച്ച് അദ്ദേഹത്തിന് ക്ലാരിറ്റി വരുത്തേണ്ടി വരും. കാരണം ഒരു പൊതുപ്രവർത്തനം എപ്പോഴും പബ്ലിക് സ്പേസിൽ നിൽക്കുന്ന ആളല്ലേ. സ്വാഭാവികമായിട്ട് ചോദ്യങ്ങൾ നേരിടേണ്ടി വരും. ചോദ്യങ്ങൾക്ക് അദ്ദേഹം മറുപടി പറയും. അങ്ങനെയാണല്ലോ മുന്നോട്ട് പോകേണ്ടത്. അപ്പോൾ അന്നത്തെ പ്രസ്താവനയിൽ അദ്ദേഹം ഖേദിക്കുന്നു എന്നുള്ള കാര്യം അദ്ദേഹത്തിന് സംസാരിക്കേണ്ടി വരും.
ഏത് സാഹചര്യത്തിലാണ് അന്നത് പറഞ്ഞത്, ഇന്നത് സാഹചര്യം മാറിയിരിക്കുന്നു, വ്യക്തമാക്കേണ്ടി വരും. അങ്ങനെയാണല്ലോ മുന്നോട്ട് പോകുന്നത്. അങ്ങനെയാണ് പിന്നെ രാഷ്ട്രീയ പ്രവർത്തകരുടെ എല്ലാ കാലഘട്ടത്തിലെയും ചിന്തകൾ എങ്ങനെയായിരുന്നു. EMS നമ്പൂതിരിപ്പാട് കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ സെക്രട്ടറി ആയിരുന്ന ആളാണ്. KPCCയുടെ ആദ്യ സെക്രട്ടറിമാരിൽ ഒരാളായിരുന്നു EMS നമ്പൂതിരിപ്പാട്. ഗാന്ധിയൻ പ്രത്യയശാസ്ത്രമായിരുന്നു. പിന്നീട് അദ്ദേഹം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലേക്ക് പോയി. അന്നൊക്കെ തീവ്രമായ വർഗ്ഗസമരത്തിൻ്റെ കാലഘട്ടം. അതുവരെ വെച്ച് പുലർത്തിയിരുന്ന ഗാന്ധിയൻ സഹിഷ്ണുതയോ അഹിംസയോ ഒന്നും കണക്കിലെടുക്കാതെ തീർത്തും ക്ലാസ് വാറിനെ ബേസ് ചെയ്തിട്ടുള്ള, അല്ലെങ്കിൽ ഒരു തരത്തിൽ ഹത്യയെ മുന്നിട്ടുള്ള പ്രത്യയശാസ്ത്രത്തിൽ അദ്ദേഹം പോയില്ലേ? അപ്പോൾ അദ്ദേഹത്തിന് ന്യായീകരിക്കേണ്ടി വന്നില്ലേ എന്ന് പറയുന്നത് പോലെയുള്ളൂ. ഹത്യയെ മുൻനിർത്തി നിന്നൊരു പ്രസ്ഥാനം, പരമത വിദ്വേഷത്തെ കേന്ദ്രീകരിച്ചിരുന്നൊരു പ്രസ്ഥാനം, അതിൽ നിന്നും സഹിഷ്ണുതയുടെയും മതേതരത്തിൻ്റെ ഒരു പ്രസ്ഥാനത്തിലേക്ക് വരുമ്പോൾ സന്ദീപ് വാര്യറിന് തൻ്റെ ആശയത്തിലും വാക്കുകളിലും പ്രവൃത്തിയിലും മാറ്റം വരുത്തേണ്ടി വരും. ഒരു സംശയം അക്കാര്യത്തിലില്ല. ശ്രീ ജയേന്ദ്രൻ, ഇപ്പോൾ BJPയിൽ നിന്നും പ്രവർത്തകരെയും നേതാക്കളെയും CPM-ലേക്ക് എത്തിക്കുക എന്നൊരു തന്ത്രം കണ്ണൂരിൽ വളരെ വിജയകരമായി പ്രവർത്തിക്കുകയും അത് ഗുണം ചെയ്യുകയും ചെയ്തിട്ടുണ്ടല്ലോ പാർട്ടിക്ക്. ഇപ്പോൾ OK വാസുവിൻ്റെ കാര്യവും അശോകൻ്റെ കാര്യവും ഒക്കെയുള്ള കാര്യങ്ങൾ നമ്മുടെ മുന്നിലൊരു യാഥാർത്ഥ്യമാണ്. അപ്പോൾ സന്ദീപ് വാര്യർ എങ്ങനെയാണ് അതിൽ നിന്ന് വ്യത്യസ്തനാകുന്നത്? അദ്ദേഹം പെട്ടെന്ന് കാളിയനാവുന്നത് എങ്ങനെയാണ്? അല്ല, ഇവിടെ കോണ്ടെക്സ്റ്റ് വളരെ വ്യത്യാസമുണ്ട് സ്മൃതി. ഇപ്പോൾ പിന്നെ ശ്രീ ലിജു പറഞ്ഞതുപോലെ പിന്നെ MV രാഘവന്റെയോ ഗൗരിയമ്മയുടെയോ ഇഷ്യൂ പോലൊന്നും കമ്പാരിസൺസ് ഇല്ല. കാരണം ഇതൊരു ബൈ ഇലക്ഷനാണ് പാലക്കാട് നടക്കുന്നത്. ഈ ബൈ ഇലക്ഷനിൽ മാത്രമാണ് ഇപ്പൊ ഇങ്ങനൊരു പ്രതിഭാസം. നമ്മൾ സമീപകാല ഏത് ബൈ ഇലക്ഷൻ എടുത്തു നോക്കിക്കോളൂ, അല്ല ജനറൽ ഇലക്ഷൻ എടുത്തു നോക്കിക്കോളൂ, ഇത്തരത്തിലുള്ള പ്രതിഭാസം ഇവിടെയാണ് കാണുന്നത്, പ്രത്യേകമായി കാണുന്നത്. അതെന്താണ് കാണുന്നത്? ആദ്യം കോൺഗ്രസിന്റെ ഏതാണ്ട് 10ഓളം നേതാക്കൾ, അത് മീഡിയം ലെവലിൽ അല്ലെങ്കിൽ ലോവർ ലെവലിൽ ഒക്കെയുള്ള ആൾക്കാർ പോകുന്നു. അത് കഴിഞ്ഞപ്പോൾ ഒരു സന്ദീപ് വാര്യർ BJPയിൽ ചാടുന്നു. ഇനിയും കുറെ ആൾക്കാർ വരുമെന്ന് പറയുന്നു. എന്താണ് ഇതൊക്കെ കാണിക്കുന്നത്? എന്താണ് ഇപ്പോൾ സന്ദീപ് വാര്യർ യഥാർത്ഥ പ്രശ്നം എന്താണെന്നുള്ളത് നമ്മൾ ഈ ചർച്ചയിൽ അത് എടുത്തില്ലെങ്കിലും അറിയാം. സുരേന്ദ്രനുമായിട്ടുള്ള വൈരുദ്ധ്യമാണ് അല്ലെങ്കിൽ എതിർപ്പാണ് അടിസ്ഥാന കാരണം എന്നുള്ളത് എല്ലാവർക്കും അറിയാം. അത് പക്ഷെ സന്ദീപ് വാര്യരും തുറന്ന് പറയുന്നില്ല. പ്രശ്നം പിന്നെ K. സുരേന്ദ്രൻ എന്ന BJPയുടെ സ്റ്റേറ്റ് പ്രസിഡന്റുമായിട്ടുള്ള ഭിന്നതകളും വിയോജിപ്പുകളും എതിർപ്പുകളുമാണെന്നുള്ളത് സ്ട്രെയിറ്റ് ആയിട്ട് പറയാൻ എന്തിനാണ് മടിക്കുന്നത്? സ്വകാര്യ സംഭാഷണങ്ങളിൽ എല്ലാ അദ്ദേഹവും പറയുകയും ചെയ്യുന്നുണ്ട്. അതൊരു സംഗതി. ആരാണ് ശ്രീജേന്ദ്രൻ MB രാജേഷാണല്ലോ അതിശക്തമായ പ്രതികരണം സുരേന്ദ്രനുമായി നേരെ ശ്രീജേന്ദ്രൻ കേൾക്കുന്നില്ലേ? അവർക്ക് പ്രശ്നമില്ല. സുരേന്ദ്രനും പ്രതികരണത്തിൽ വലിയ മിതത്വം കാണിച്ചിട്ടുണ്ട്. സന്ദീപിനെ നേരത്തെ പുറത്താക്കിയതാണ്, കൂടുതൽ ഞാൻ പറയുന്നില്ല എന്നാണ് ഇന്ന് രാവിലെ വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം പറഞ്ഞത്. പക്ഷെ ഇഷ്യൂ വരുന്നത്, കോർ ഇഷ്യൂ നിൽക്കുന്ന അവിടെയാണ്. ഇവർ തമ്മിലുള്ള ആന്തരിക വൈരുദ്ധ്യമുണ്ട്. അപ്പൊ അവിടേക്ക് വരുന്ന ആരാണ്? അവിടേക്ക് പെട്ടെന്ന് വരാൻ കഴിയുന്ന മറ്റൊരു വ്യക്തിത്വം, അല്ലെങ്കിൽ ഇതിനോട് അല്ലിയായിട്ട് വരുന്നു അല്ല ഞാൻ പറയുന്നത്. ഇഷ്യൂ ബേസ്ഡ് ആയിട്ട് നോക്കുമ്പോൾ ശോഭാ സുരേന്ദ്രനാണ് പിന്നീട് BJP സ്റ്റേറ്റ് പ്രസിഡന്റുമായിട്ട് അത്രയധികം ഭിന്നതകളുള്ള മറ്റൊരു നേതാവായിട്ട് നിൽക്കുന്നത്. ഇവർ തമ്മിൽ നല്ല അടുപ്പമാണെന്നും പറയുന്നുണ്ട്. അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഒരുപാട് കഥകൾ പുറത്തു വരുന്നുണ്ട്. കഥകളൊക്കെ കഥകളായിട്ട് തന്നെ ഇരിക്കട്ടെ. അതല്ലെങ്കിൽ കത്ത് ഭിന്നത ഉണ്ടാക്കുന്നു. ആ ഭിന്നതയിൽ നിന്നും ഒരാൾ പുറത്തേക്ക് കോൺഗ്രസിലേക്ക് പോകുന്നു. കേൾക്കാമല്ലോ ശ്രീജയേന്ദ്രൻ? ശ്രീജയേന്ദ്രൻ കേൾക്കുന്നുണ്ടല്ലോ? അതായത് ബിജെപിയിൽ ഒരു ഭിന്നത ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് അത് ഉപയോഗപ്പെടുത്താൻ കോൺഗ്രസിനായി എന്ന രൂപത്തിലും അതിനെ വ്യാഖ്യാനിക്കാം. ഒരു മിനിറ്റ്, ഇത് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് എങ്ങനെയാണ് MB രാജേഷ് ഈ വിഷയത്തോട് പ്രതികരിച്ചതെന്ന് കേൾക്കുക. മറ്റൊരു ചാനലിന് കൊടുത്ത പ്രതികരണമാണ്, അതുകൊണ്ട് ഞാൻ കാണിക്കുന്നില്ല, ഒന്ന് കേൾപ്പിക്കാം. നിലപാട് എന്താണെന്ന് അദ്ദേഹം വ്യക്തമാക്കിയാലേ ബാക്കി കാര്യങ്ങൾ പറയാൻ പറ്റും. സന്ദീപ് വാര്യർ എന്ന വ്യക്തിയോടല്ലോ ശത്രുത ഉണ്ടായിട്ടുള്ളത് അല്ലെങ്കിൽ എതിർപ്പുണ്ടായിട്ടുള്ളത്, ഒരു നിലപാടിനെയാണ്. ആ നിലപാട് അദ്ദേഹം ഉപേക്ഷിക്കുമല്ലോ എന്നാണ് നമുക്കറിയേണ്ടത്. അദ്ദേഹവുമായിട്ട് ഒരു ചർച്ചയും നടത്തിയിട്ടില്ല. അദ്ദേഹത്തിന്റെ നിലപാടുകൾ കൗതുകത്തോടുകൂടി നിങ്ങളെല്ലാവരും നോക്കുന്നത് പോലെ ഞങ്ങൾ നോക്കുന്നുണ്ട്. നിലപാടിൽ എന്തെങ്കിലും മാറ്റം വരുന്നുണ്ടോ എന്നാണ് ഞങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞങ്ങളെല്ലാം പ്രവർത്തിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? അപ്പുറത്ത് നിൽക്കുന്നവരെ കൂടി മാറ്റം വരുത്തി അവരുടെ നിലപാട് തിരുത്തി ഞങ്ങളോടൊപ്പം കൊണ്ടുവരാനും അങ്ങനെ ഞങ്ങളുടെ പാർട്ടി വളർത്താനുമാണല്ലോ ഞങ്ങളെല്ലാം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. കേട്ടല്ലോ, പാർട്ടി വളർത്താൻ നോക്കുന്ന ഒരു കാര്യമാണ് അപ്പുറത്ത് നിൽക്കുന്നവരെ ഇങ്ങോട്ടേക്ക് എത്തിക്കുക എന്നുള്ളത്. അങ്ങനെ എത്തിക്കുന്നതിൽ കോൺഗ്രസ് വിജയിച്ചു, നിലപാട് മാറ്റിയെന്ന് പറഞ്ഞു. അപ്പോൾ എന്താണ് വ്യത്യാസം? ഞങ്ങൾ വിളിക്കുമ്പോൾ നല്ലത്, അവർ വിളിച്ചാൽ കാളിയൻ. ഇതെന്ത് രീതിയാണ്? അല്ല, ഞാനത് അങ്ങനെ പറഞ്ഞില്ലല്ലോ ഈ ചർച്ചയിൽ. ഇതുവരെയും അവർ വിളിച്ചത് മോശമാണെന്നോ ഇവർ വിളിച്ചത് നല്ലതാണെന്നോ ഞാൻ പറഞ്ഞിട്ടില്ല.
ഞാൻ പറഞ്ഞ പിന്നെ കാളിയൻ എന്ന് പറയാനുള്ളൊരു സ്വാതന്ത്ര്യം ഒരു രാഷ്ട്രീയ നേതാവായ കേരളത്തിലെ മന്ത്രിയായ MP രാജേഷ് അദ്ദേഹത്തിന്റെ ആ സ്വാതന്ത്ര്യം, വ്യക്തി സ്വാതന്ത്ര്യം, അഭിപ്രായ സ്വാതന്ത്ര്യം ഉപയോഗിച്ചു. അത് കാളിയനാണോ അതോ വെറും നീർക്കോലിയാണോ എന്ന് തെളിയിക്കാനുള്ള ഉത്തരവാദിത്വം ആർക്കാണുള്ളത്? രാജേഷിനല്ലല്ലോ. അത് വിഷമുള്ള സർപ്പമാണ് കാളിയൻ. നീർക്കോലിക്ക് വിഷമില്ല. അത് ഏതാണെന്ന് തെളിയിക്കാനുള്ള ഉത്തരവാദിത്വം ആർക്കാണ്? ആരെ പറ്റിയാണോ പറയുന്നത് അയാൾക്കാണ്. അതല്ലേ, അതിനെ അങ്ങനെയല്ലേ പോസിറ്റീവായിട്ട് എടുക്കേണ്ടത് സ്മൃതി? അതിനെ എടുക്കുന്നുണ്ടെങ്കിൽ അത് അങ്ങനെ എടുക്കട്ടെ, അത്രേ ഉള്ളൂ അതിൻ്റെ അകത്ത് കാര്യം. പക്ഷേ ഇതിൻ്റെ അകത്ത് നേട്ടം ആർക്ക്, കോട്ടം ആർക്ക് എന്നുള്ളത് വിലയിരുത്തണമെങ്കിൽ 23-ാം തീയതി തന്നെ ആകണം എന്നുള്ളതേ ഉള്ളൂ. അത് ജനങ്ങൾ തീരുമാനിക്കുമല്ലോ എന്താണ് തീരുമാനം എന്നുള്ളത്. അതപ്പോഴേ നമുക്ക് കൃത്യമായി അസസ് ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ് ഉള്ള വസ്തുത. ശരി, ശ്രീ സുരേഷ്, അവസാനമായി BJPക്ക് തിരിച്ചടി നൽകാൻ ഒരു തരത്തിലും സന്ദീപ് വാര്യർക്ക് സാധിക്കില്ല എന്ന് താങ്കൾ പറയുന്നു. പക്ഷേ നാളെ കൂടുതൽ പ്രവർത്തകരും നേതാക്കളും കോൺഗ്രസിലേക്ക് പോയാലോ BJPയിൽ നിന്ന്? അത് സന്ദീപ് വാര്യരുടെ ഒരു സ്വാധീനത്താലാണെങ്കിലോ? അങ്ങനെ സംഭവിക്കില്ല എന്ന് താങ്കൾക്ക് ഉറപ്പിച്ച് പറയാനാകുമോ? ശ്രീ സ്മൃതി, നിങ്ങൾക്ക് എന്നല്ല, ഈ പോയ സന്ദീപ് വാര്യർക്ക് പോലും ഈ പ്രസ്ഥാനത്തെക്കുറിച്ച് ഒന്നും അറിയില്ല. ഈ പ്രസ്ഥാനം ദശാബ്ദങ്ങളുടെ ഒരു ദാർശനിക രൂപമാണ്. ആ ദാർശനിക പ്രസ്ഥാനത്തെ ചെറുക്കാനോ തടുക്കാനോ സന്ദീപിനേക്കാൾ എത്രയോ കേമന്മാർ പലവട്ടം പരിശ്രമിച്ചിട്ട് നടക്കാത്തതാണ്. അത് മാത്രം മനസ്സിലാക്കിയാൽ മതി. ഈ അവസരം ഞങ്ങൾക്ക് ഞങ്ങളുടെ ശക്തി സമ്പൂർണ്ണമായിട്ടും സമാഹരിക്കാനും ഞങ്ങളുടെ വിജയം സുനിശ്ചിതമാക്കാനുമുള്ള ഒരവസരമായിട്ട് ഇവിടുത്തെ ബലിദാനികളെ സ്മരിച്ചുകൊണ്ട് ആയിരക്കണക്കിന് വരുന്ന പാർട്ടി പ്രവർത്തകരും ഞങ്ങളുടെ ദേശീയ പ്രസ്ഥാനങ്ങളിലെ പ്രവർത്തകരും എടുത്തിരിക്കുകയാണ്. പക്ഷേ CPM-യുമായുള്ള ഒത്തുതീർപ്പുകളൊക്കെ ഇനി വരും ദിവസങ്ങളിൽ വെളിപ്പെടുത്തുമെന്ന് കൂടി സന്ദീപ് പറയുന്നുണ്ട്. വിജയിക്കും. BJP CPM ഒത്തുതീർപ്പുകൾ വെളിപ്പെടുത്തുമെന്ന് കൂടി പറയുന്നുണ്ട്. ഈ സന്ദീപിനൊന്നും ഇതിനെക്കുറിച്ച് ഒരു ചുക്കും അറിയില്ലെന്നേ. ഇനിയിപ്പോൾ കോൺഗ്രസ്സുകാർ കൊടുക്കുന്ന വേദിയിൽ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ജീവിച്ചു പോണ്ടേ? കോൺഗ്രസ്സിൽ പോയില്ലേ, ഞാൻ എന്തൊക്കെയോ ആണെന്നൊക്കെ അവിടെ വരുത്തണ്ടേ? അതിനുവേണ്ടി എന്തെങ്കിലുമൊക്കെ പറയും. ആ പറയുന്ന സമയത്ത് ഞങ്ങൾ ഉത്തരം തരാൻ ഞങ്ങൾ ബാധ്യസ്ഥരാണല്ലോ. ഞങ്ങൾ അപ്പോഴും വന്നോളാം. അയാൾ പറയുന്ന ഓരോന്നിനും ഉത്തരം പറയാൻ BJPയുടെ ഒരു സാധാരണ പ്രവർത്തകന് പോലും സാധിക്കും. അതിനൊന്നും പാർട്ടിയുടെ സംസ്ഥാന പ്രസിഡന്റോ സംസ്ഥാന നേതാക്കന്മാരോ തന്നെ വേണോ നിർബന്ധമില്ല. ഓരോരുത്തർക്കും സാധിക്കും. അത്രയേ ഉള്ളൂ എന്നേ സന്ദീപ്. അതിനപ്പുറം കോൺഗ്രസ്സുകാർ രാഹുൽ ഗാന്ധിയെ പ്രാന്തനെന്ന് വിളിച്ച ഒരാളിനെ ചുമന്നുകൊണ്ട് കിടക്കുന്ന അവരുടെ പ്രവർത്തകരുടെ പങ്കാളിത്തമൊക്കെ കണ്ടു. മലപ്പുറത്തുനിന്ന് അടക്കം പ്രവർത്തകർ വന്നു എന്നൊക്കെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഏതായാലും ഈ SDPയുമായുള്ള ബന്ധം ആവർത്തിച്ച് BJP ഉന്നയിക്കുന്നുണ്ട്, അപ്പുറത്ത് CPM-ഉം ഉന്നയിക്കുന്നുണ്ട്. തീവ്രവാദികളുടെ വർഗീയവാദികളുടെ വോട്ട് വേണ്ട എന്ന് പറയുമ്പോൾ SDPI എന്ന് എടുത്തു പറയുന്നില്ല കോൺഗ്രസ്. അതാണ് നിങ്ങൾക്കെതിരെയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ആരോപണം. നിങ്ങൾക്ക് വേണ്ടി ഗ്രീൻ ആർമി വോട്ട് ചോദിച്ച് വീടുകൾ തോറും പോകുന്നു എന്നുള്ള ആരോപണവുമുണ്ട്. എന്താണ് മറുപടി? വളരെ ചുരുക്കി. തിരഞ്ഞെടുപ്പിൽ ഇപ്പോൾ SDPIയുടെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കറിയാം, കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലാകമാനം SDPIയുടെ വോട്ട് പിന്നെ CPM-നായിരുന്നു. ഞാൻ മത്സരിച്ച അമ്പലപ്പുഴയിൽ ഉൾപ്പെടെ SDPI വോട്ടാർക്കാ ചെയ്തത് CPM-നാണ് ചെയ്യുന്ന പരസ്യമായ രഹസ്യമല്ലേ. അപ്പോൾ അതുകൊണ്ട് അതൊന്നും ഒരു കോൺസ്റ്റൻ്റായി. ഇപ്പോൾ ചേലക്കരയിൽ SDPIയുടെ പിന്തുണ അൻവറിൻ്റെ സ്ഥാനാർത്ഥിക്കാണ്. അവിടെ ഒരു തെരഞ്ഞെടുപ്പാകുമ്പോൾ എത്രയോ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ പലതരത്തിൽ പിന്തുണ പ്രഖ്യാപിക്കാറുണ്ട്. ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങളുടെ ഐഡിയോളജി അത് ജനാധിപത്യ മതേതര ആശയങ്ങളാണ്. ഞങ്ങളുടെ പാർട്ടി പ്രോഗ്രാമും അതുതന്നെയാണ്. അപ്പോൾ അത് നടപ്പിലാക്കാനാണ് ഞങ്ങളുടെ നിലപാട്. അതല്ലാതെ മറ്റ് രാഷ്ട്രീയ പാർട്ടികൾ പിന്നെ ഇത്തരത്തിൽ അല്ലെങ്കിൽ അവരുടെ നിലപാട് എന്താണെന്ന് അന്വേഷിച്ച് നടക്കുകയല്ല. ഞങ്ങളുടെ നിലപാട് ഇതാണ്. ഐക്യ ജനാധിപത്യ മുന്നണിയിൽ ഈ പറഞ്ഞവരാരും ഇല്ല. അത് മാത്രമേ ഞങ്ങൾക്ക് പറയാൻ പറ്റൂ. ശരി, നാളത്തെ ദിവസം എന്തൊക്കെ നീക്കങ്ങൾ എന്ന് നാളെ അറിയാം. വളരെ നന്ദി അഡ്വക്കേറ്റ് M. ലിജു, അഡ്വക്കേറ്റ് S. സുരേഷ്, ഒപ്പം തന്നെ M. ജയചന്ദ്രൻ ചർച്ചയിൽ പങ്കെടുത്തത്. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.